സംവരണ ലക്ഷ്യമാക്കുന്നത് പുറന്തള്ളപ്പെട്ട ജനവിഭാഗങ്ങളുടെ പ്രാതിനിധ്യം ഭരണകൂടത്തിലും അധികാര സ്ഥാപനങ്ങളിലും ഉറപ്പിക്കുക എന്നുള്ളതാണ്. യോഗ്യതയില്ലാത്ത ആർക്കെങ്കിലും ജോലി കൊടുക്കുന്ന പദ്ധതിയല്ല സംവരണം. ഇപ്പം ദളിതരും ആദിവാസികളും ഒക്കെ യോഗ്യതയില്ലാത്തവർക്കല്ലല്ലോ സർക്കാർ ജോലി കൊടുക്കുന്നത്. ഭരണഘടനയെ പറയുന്നുണ്ട് ദളിതർ ഇന്ന പാട്ടേ പാടാവൂ, ദളിതർ അന്താരാഷ്ട്ര വിഷയം ചർച്ച ചെയ്യാൻ പാടില്ല എന്നൊക്കെ ഇന്ത്യൻ ഭരണഘടനയെ പറയുന്നുണ്ട്. ഇല്ല, പക്ഷെ മനുസ്മൃതിയിൽ പറയുന്നുണ്ട്. വേടൻ പ്രധാനമന്ത്രി മോദിയെ അധിക്ഷേപിച്ച് പരാമർശം നടത്തി എന്നുള്ളതാണ്. വേടൻ്റെ പാട്ടിൽ കപടദേശീയവാദി എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പേര് എവിടെ എടുത്ത് പറയുന്നു? വലിയ മാർക്സിസ്റ്റുകളായിട്ടുള്ള പല ആളുകളുണ്ട്, അവരുടെ പേരിൻ്റെ അറ്റത്തും ജാതിവാലുണ്ട്. വലിയ മാർക്സിസ്റ്റുകളാണ്, വലിയ പുരോഗമനകാരികളാണ്, പക്ഷേ പേരിൻ്റെ അറ്റത്തു നിന്ന് ആ ജാതിവാൽ ഒഴിവാക്കാൻ അവർക്ക് കഴിയുന്നില്ല. നമുക്ക് വിദ്യാഭ്യാസം തന്നത് ഈ രാമനോ കൃഷ്ണനോ സരസ്വതിയൊന്നുമല്ല. അത് മഹാത്മാ ഫൂലെയുടെ, മഹാത്മാ അയ്യങ്കാളിയുടെ, നാരായണ ഗുരുസ്വാമികളുടെ, ഡോക്ടർ ബി ആർ അംബേദ്കറുടെ നേതൃത്വത്തിൽ നടന്ന മഹത്തായ നവോത്ഥാന പോരാട്ടങ്ങളിൽ നിന്നാണ്. ഞാൻ മനസ്സിലാക്കുന്നത് അനുസരിച്ച് നിയമസഭയിൽ നിന്ന് അംബേദ്കറുടെ ചിത്രം പുറത്താകുകയും സവർക്കറുടെ ചിത്രം നിയമസഭയ്ക്കകത്ത് ഇടം പിടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. അങ്ങനെ സഹോദരൻ അയ്യപ്പൻ ഒരിക്കൽ പറഞ്ഞു, ഞങ്ങളുടെ മനുവിനെ അപേക്ഷിച്ച് നിങ്ങളുടെ ഹിറ്റ്ലർ എത്രയോ പാവമാണ്. അങ്ങനെ നോക്കുകയാണെങ്കിൽ യഥാർത്ഥത്തിൽ ശശികല വേടനെ വിളിച്ചല്ലോ ജാതി ഭീകരൻ എന്ന്. ആ പേരിന് ആരാണ് അർഹനെന്ന് ചോദിച്ചാൽ ഈ ഭക്തികാവ്യം എഴുതിയ ആളുകളാണെന്ന് പറയേണ്ടി വരും. ഹലോ, എല്ലാവർക്കും ഫിഫ്ത്ത് സ്റ്റേറ്റിൻ്റെ ലൈഫ് തിയറീസിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ കൂടെയുള്ളത് ഡോക്ടർ TS ശ്യാംകുമാറാണ്. അദ്ദേഹം ഒരു സംസ്കൃത പ്രൊഫസറും സാമൂഹിക നിരീക്ഷകനും ചിന്തകനും ഒക്കെയാണ്, പോരാത്തതിന് എഴുത്തുകാരും കൂടെയാണ്. സർ, വെൽക്കം ടു ദ ഷോ. നമുക്ക് ഡയറക്റ്റായിട്ട് കാര്യങ്ങളിലേക്ക് തന്നെ സംസാരിച്ച് തുടങ്ങാം. ഇന്ന് നിലവിൽ കേരളത്തിൽ ജാതിയില്ല, ജാതി വിവേചനമില്ല, എവിടെയും ജാതി കാണാനില്ല, അല്ലെങ്കിൽ നിറവ്യത്യാസങ്ങളാൽ ആരും അടയാളപ്പെടുത്തുന്നില്ല എന്നുള്ളതൊക്കെയുള്ള ചർച്ചകളും കാര്യങ്ങളൊക്കെയാണ് നടക്കുന്നത്. പക്ഷേ ഏറ്റവും അടുത്തായിട്ട് നടന്നൊരു സംഭവമാണ് ഈ പാലക്കാട്ടെ, അതായത് ശവശരീരങ്ങൾക്ക് പോലും ആ ജാതി എന്ന് പറയുന്നത് ഒരു ഐഡൻറ്റിറ്റി ആയിട്ട് അവർ കൊടുക്കുകയാണ്. എങ്ങോട്ടാണ് കേരളം പോകുന്നതെന്നുള്ളതാണ്. അതും ഒരു സീറ്റ് ഒരിടത്തും ഭരണമില്ലാതിരുന്ന ഒരു പാർട്ടിക്ക് ആദ്യമായി പാലക്കാട് നഗരസഭ ഭരണം കിട്ടിയപ്പോൾ ഇതാണ് അവസ്ഥയെങ്കിൽ അവർ മറ്റു ഭാഗങ്ങളിലേക്കും വ്യാപിക്കുമ്പോഴുള്ള അവസ്ഥ എന്തായിരിക്കും? കേരളത്തിൻ്റെ അവസ്ഥ എന്തായിരിക്കും? ഇത് വളരെ ആഴത്തിൽ പരിശോധിക്കേണ്ട ഒരു വിഷയമാണ്. ഇത് കേവലം ഒരു പാർട്ടിയുടെ ഭരണത്തിൻ്റെ പ്രശ്നമായിട്ട് ചുരുക്കി കാണാവുന്ന ഒന്നാണ് എന്നെനിക്ക് തോന്നുന്നില്ല. കാരണം പുരോഗമന കേരളത്തിൻ്റെ മുഖംമൂടി നമ്മൾ പൊതുവെ പറയാറുണ്ടല്ലോ, ഞാനതിന് അകംമൂടി എന്നാണ് പറയുന്നത്. പുരോഗമന മുഖംമൂടിക്കകത്ത് വളരെ ശക്തമായ രീതിയിൽ ജാതി വ്യവസ്ഥയും ജാതി മൂല്യവും കൊണ്ട് നടക്കുന്ന ഒരു സമൂഹം തന്നെയാണ് മലയാളി സമൂഹം എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അത്രമാത്രം വളരെ ശക്തമായിട്ട് അവർണ സമൂഹങ്ങളോട് ജാതിവെറിയുള്ള ഒരു വ്യവസ്ഥാക്രമം നമ്മുടെ കേരളത്തിൽ നിലനിൽക്കുന്നുണ്ട്. അത് അടിമുടി ഏത് നിലയ്ക്ക് പരിശോധിച്ചാലും. ഇപ്പോൾ പാലക്കാട് വിഷയത്തിൽ നമുക്ക് തുടങ്ങാം. പാലക്കാട് നഗരസഭയിൽ ഏതാണ്ട് 20 സെൻറ്റ് ഭൂമിയാണ് NSSന് നഗരസഭ അനുവദിച്ചിരിക്കുന്നത്. ഇതുപോലെ ബ്രാഹ്മണ സമുദായങ്ങൾക്കും അനുവദിച്ചിട്ടുണ്ട്. NSSന് അനുവദിച്ച ഭൂമിയിൽ അവർ മതിൽ കെട്ടി തിരിക്കാനുള്ള കാര്യങ്ങളിലേക്ക് കടക്കുകയാണ് ഉണ്ടായത്. എങ്ങനെയാണ് ഏക്കർ കണക്കിന്, എൻ്റെ ഒരു അറിവനുസരിച്ച് 6 ഏക്കറോളം ഭൂമിയാണ് പാലക്കാട് നഗരസഭ പൊതുശ്മശാനമായിട്ട് കണ്ടിരിക്കുന്നത്. ഈ 6 ഏക്കർ ഭൂമി ഇങ്ങനെ വ്യത്യസ്ത സമുദായങ്ങൾക്കായിട്ട് പതിച്ചു കൊടുക്കുക എന്നുള്ളത് പൊതുശ്മശാനം എന്ന സങ്കല്പത്തിന് തന്നെ എതിരാണ്. അടിസ്ഥാനപരമായി ജാതിയുടെ അടിസ്ഥാനത്തിൽ സമുദായങ്ങൾക്ക് വിഭജിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് ജാതിയുടെ അടിസ്ഥാനത്തിൽ വിഭജിച്ച് കൊടുക്കുക എന്ന് പറയാൻ കാരണം, NSSനായിട്ടൊരു ഭൂമി വിട്ടുകൊടുക്കുമ്പോൾ അവരത് മതിൽ കെട്ടി വേർതിരിക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളത് തെളിയിക്കുന്നത് തന്നെ വളരെ കൃത്യമായി ഞങ്ങളുടെ മാത്രം ഒരു ടെറിറ്ററിയാണിത്, മറ്റാരുടെയും ശവശരീരം ഇങ്ങോട്ട് വരേണ്ടതില്ല എന്ന സന്ദേശമാണ് വളരെ കൃത്യമായിട്ട് അതിലൂടെ നൽകുന്നത്. എപ്പോഴാണ് ഈ പാലക്കാട് നഗരസഭയിൽ ഈ വിഷയം പുറത്തു വരുന്നത് എന്നുള്ളതിൻ്റെ ഒരു സാമൂഹ്യ സാഹചര്യം കൂടി പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. പാലക്കാട് നഗരസഭയിൽ തന്നെ ഒരാൾ വേടനെതിരെ പരാതി കൊടുക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഈ ശ്മശാനത്തിലെ പ്രശ്നം കൂടി നമ്മുടെ മുമ്പിൽ വെളിപ്പെട്ട് വരുന്നത്, അല്ലെങ്കിൽ കേരള സമൂഹത്തിന് മുമ്പിൽ ഇത് ചർച്ചയ്ക്ക് വരുന്നത്. വേടൻ പ്രധാനമന്ത്രി മോദിയെ അധിക്ഷേപിച്ച് പരാമർശം നടത്തി എന്നുള്ളതാണ്. വേടൻ്റെ പാട്ടിൽ കപടദേശീയവാദി
എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പേര് എവിടെ എടുത്ത് പറയുന്നില്ല. ഇല്ല പറയുന്നില്ല. ഇങ്ങനെ കപടദേശീയവാദി എന്ന് പറയുന്നത് ഞങ്ങളെ പറ്റിയാണ്, ഞങ്ങളുടെ ആശാനെ പറ്റിയാണ് എന്ന തോന്നല് രസകരമാണ് യഥാർത്ഥത്തിൽ. ഇത് മറ്റാരെയും പറ്റിയല്ല, ഞങ്ങളെ പറ്റി തന്നെയാണെന്ന് അവർക്ക് തോന്നുക. വേറെ ആർക്കും തോന്നുന്നില്ലല്ലോ അങ്ങനെ. ഇല്ല വേറെ ആർക്കും അങ്ങനെ ഫീൽ ചെയ്യുന്നില്ല. പക്ഷെ ഇവർക്ക് ഫീൽ ചെയ്ത് ഞങ്ങളുടെ ആശാനെ തന്നെയാണ് ഈ പറയുന്നത്, ഞങ്ങളുടെ ആളിനെ തന്നെയാണ് ഇത് പറയുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് വേടനെതിരെ തിരിയുന്നൊരു സാഹചര്യം ഉണ്ടാകും. അതിന് തൊട്ട് മുമ്പത്തെ ദിവസം NR മധുവും ശശികലയും ഒക്കെ തന്നെ വേടനെതിരെ രംഗത്ത് വരുന്നു. അടിസ്ഥാനപരമായി ഇത് വേടനെതിരെ മാത്രമുള്ള ഒരു രംഗപ്രവേശമല്ല. അടിസ്ഥാനപരമായി ജനാധിപത്യത്തിനെതിരെയുള്ള ശൂദ്രബ്രാഹ്മണ ലഹളയാണ് ഈ NR മധുവിൻ്റെയും ശശികലയുടെയും നേതൃത്വത്തിൽ കേരളത്തിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ പറയുന്ന പാട്ട് മാത്രം പാടിയാൽ മതിയെന്നും ഞങ്ങൾ പറയുന്ന വരയിലൂടെ, ഞങ്ങൾ വരയ്ക്കുന്ന വരയിലൂടെ ദളിതർ നടന്നാൽ മതിയെന്ന് പറയുന്ന ഫ്യൂഡൽ നാടുവാഴിത്ത കാലത്തെ തമ്പുരാക്കന്മാരുടെ ഒരാജ്ഞ പോലെയാണ്, അവരുടെ പെരുമാറ്റ ശൈലിയാണ് NR മധുവിലും അതുപോലെ തന്നെ ശശികലയിലും ഒക്കെ നമ്മൾ കാണുന്നത്. തന്നെ തൊട്ടടുത്ത ദിവസം ഈ വിവാദമൊക്കെ ഉണ്ടായതിൻ്റെ പശ്ചാത്തലത്തിൽ വീണ്ടും ശശികല രംഗപ്രവേശം ചെയ്തിട്ട് പറഞ്ഞത്, പലസ്തീൻ പതാക പുതച്ചതിലൂടെ വേടൻ്റെ രാഷ്ട്രീയം കൂടുതൽ വ്യക്തമായിരിക്കുന്നു. എന്തിനാണ് പാലസ്തീൻ പതാക വേടൻ പുതയ്ക്കുന്നത്? അപ്പം ദളിതർ അന്താരാഷ്ട്ര വിഷയമൊന്നും ചർച്ച ചെയ്യണ്ട, അവർ ഈ കുന്നംകുളത്തെ പ്രശ്നം മാത്രം അല്ലെങ്കിൽ തിരുവനന്തപുരത്തെ പ്രശ്നം മാത്രം ചർച്ച ചെയ്താൽ മതി. അന്താരാഷ്ട്ര പ്രശ്നങ്ങളൊക്കെ ചർച്ച ചെയ്ത് ഞങ്ങൾക്ക് വേറെ വിശ്വപൗരന്മാരൊക്കെ ഉണ്ട്, അവർ ചർച്ച ചെയ്തോളൂ എന്ന് പറയുന്ന അസൽ ഫ്യൂഡൽ നാടുവാഴി മാടമ്പിയുടെ ഒരു സ്വഭാവത്തിലാണ് ശശികല സംസാരിക്കുന്നത്. ഇവരാണ് നമ്മൾ ഇന്ത്യയിലെ ദളിതർ എന്ത് സംസാരിക്കണമെന്ന് തീരുമാനിക്കാൻ ഇവരാരാ? ശശികലയ്ക്ക് എന്താ അധികാരവും നമ്മളെന്താ ചോദിക്കാത്തത്? കേരളത്തിലെ എത്ര പുരോഗമനകാരികൾ ചോദിച്ചു അങ്ങനത്തെ ഒരു ചോദ്യം? ശശികലയ്ക്ക് എന്താണ് അധികാരം? ഇന്ത്യയിലെ ദളിതർ എന്ത് സംസാരിക്കണം? അവർ അന്താരാഷ്ട്ര വിഷയങ്ങൾ സംസാരിക്കണോ, ഇന്ത്യൻ രാഷ്ട്രീയം സംസാരിക്കണോ, അതോ മറ്റെന്തെങ്കിലും സംസാരിക്കണമെന്ന് ശശികലയുടെ കൽപ്പനയുടെ ഒന്നും ആവശ്യമില്ല. സംഗീതം പാടണമെന്നോ, ഏത് സംഗീതമാകട്ടെ, ഏത് കലാരൂപമാകട്ടെ, എന്ത് പെർഫോം ചെയ്യണം, എന്ത് പറയണമെന്നുള്ളത് ശശികലയുടെ ഒന്നും സങ്കല്പത്തിനകത്ത് വരുന്ന കാര്യമല്ല. ഇന്ത്യൻ ഭരണകൂടം ജനാധിപത്യപരമായി പ്രവർത്തിക്കുന്ന ഒരു ഭരണകൂടം എന്ന് പറഞ്ഞാൽ നമ്മുടെ സങ്കല്പം. ഭരണഘടനാ ജനാധിപത്യം നിലനിൽക്കുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ. അപ്പോൾ ഭരണഘടനയിൽ പറയുന്നുണ്ട് ദളിതർ ഇന്ന പാട്ടേ പാടാവൂ, ദളിതർ അന്താരാഷ്ട്ര വിഷയം ചർച്ച ചെയ്യാൻ പാടില്ല എന്നൊക്കെ ഇന്ത്യൻ ഭരണഘടനയിൽ പറയുന്നുണ്ടോ? ഇല്ല. പക്ഷെ മനുസ്മൃതിയിൽ പറയുന്നുണ്ട് ദളിതർ എന്ത് ചെയ്യണം, ചണ്ടാളന്മാരെന്ത് ചെയ്യണം, അവർണരെന്ത് ചെയ്യണം, എന്ത് ചെയ്യരുത് എന്നൊക്കെ വളരെ കൃത്യമായിട്ട് മനുസ്മൃതി അനുശാസിക്കുന്നുണ്ട്. അപ്പോൾ ഈ മനുസ്മൃതിയുടെയും ശാങ്കരസ്മൃതിയുടെയും പന്താവിൽ സഞ്ചരിച്ചുകൊണ്ട് മനുസ്മൃതിയുടെ പതാകാവാഹകയായിട്ട് നിന്നുകൊണ്ടാണ് ശശികല ദളിതർക്ക് നേരെ ആക്രോശം ഉന്നയിക്കുന്നത്. യഥാർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, BJP മറ്റ് ജില്ലകളിൽ, മറ്റു മണ്ഡലങ്ങളിലൊക്കെ അധികാരത്തിൽ വന്നാൽ എന്താണോ ചെയ്യാൻ പോകുന്നത് എന്നതിൻ്റെ വളരെ കൃത്യമായ സൂചനയാണ് പാലക്കാട് നഗരസഭയിൽ നിന്നും NR മധുവിൽ നിന്നും ശശികലയുടെ വാക്കുകളിൽ നിന്നും ഒക്കെ തന്നെ വ്യക്തമാകുന്നത്. അത് അടിസ്ഥാനപരമായി ജനാധിപത്യ വിരുദ്ധമായ ഒരു മണ്ഡലം ഉറപ്പിച്ചെടുക്കുക എന്നുള്ളതാണ് ഹിന്ദുത്വം ലക്ഷ്യമാക്കുന്നത്. അത് നമ്മൾ വളരെ ആഴത്തിൽ പരിശോധിച്ച് ഞാൻ ബോധ്യപ്പെടുന്നത്, ഈ ഇന്ത്യയിൽ നിന്ന് കേരളത്തിൽ നിന്ന് ദളിതരെ ഉന്മൂലനം ചെയ്യുക, അവർ രാഷ്ട്രീയം സംസാരിക്കാൻ പാടില്ല, അവർ ഞങ്ങൾ പറയുന്ന അനുസരിച്ച് ജീവിക്കുന്ന കോടാലിക്കൈയായി മാത്രം പ്രവർത്തിച്ചാൽ മതി എന്ന് പറയുന്ന ദളിതരെ ഉപകരണമാക്കുന്ന ഒരു ഉപകരണാത്മക രാഷ്ട്രീയമാണ് ശശികല പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പം എക്കാലവും ദളിത് ചിന്തയും ദളിത് രാഷ്ട്രീയവും, ഞാൻ പ്രത്യേകിച്ച് അംബേദ്കറിനെയും സഹോദരൻ അയ്യപ്പനെയൊക്കെ ഉദ്ദേശിച്ചാണ് അങ്ങനെ പറയുന്നത്, മഹാത്മാ അയ്യങ്കാളിയൊക്കെ ഉൾപ്പെടെയുള്ള വിപുലമായ അംബേദ്കറേറ്റ് രാഷ്ട്രീയം എക്കാലവും ഹിന്ദുത്വത്തിനെതിരായിരുന്നു, അവർ മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയത്തിനെതിരായിരുന്നു. അങ്ങനെയാണ് ഒരു ദളിത് സമൂഹം പുരോഗമനാത്മകമായൊരു ചിന്തയിലേക്ക്, പുരോഗമനാത്മക ഒരു സമൂഹത്തിലേക്ക്, ഭരണഘടനാ ജനാധിപത്യത്തിലേക്കൊക്കെ വളർന്ന് വികസിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ഇത്തരം കാര്യങ്ങളെല്ലാം നമ്മൾ സമഗ്രമായി പരിശോധിക്കാൻ നമുക്ക് ബോധ്യപ്പെടുന്ന ചില സംഭവവികാസങ്ങൾ കൂടിയുണ്ട്. അതെന്ന് പറയുന്നത് കേരളത്തിൽ നവോത്ഥാനം ഉഴുതുമറിച്ച മണ്ണാണ്. ആ നവോത്ഥാനം ഉഴുതുമറിച്ച മണ്ണിൽ ഇന്നലെ കൂടി ഒരു ആദിവാസി കെട്ടിയിട്ട് മർദ്ദിക്കുന്ന ഒരു സാഹചര്യം, മർദ്ദിക്കുന്ന സാഹചര്യം ഇന്നലെയാണ് ഉണ്ടായത്, കേരളത്തിലാണ് ഉണ്ടായത്. ഏതാനും നാളുകൾക്ക് മുമ്പാണ് മധുവിനെ ഈ രീതിയിൽ കെട്ടിയിട്ട് മർദ്ദിച്ചത്. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് കേരളം മുഴുവൻ ചർച്ച ചെയ്ത ബിന്ദുവിനെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവന്ന് അവരുടെ മനുഷ്യാവകാശങ്ങളെല്ലാം ലംഘിച്ചുകൊണ്ട് അവരെ മർദ്ദനമുറ എന്ന് പറയുന്നത് ശാരീരികമായ മർദ്ദനം മാത്രമല്ല, മാനസികമായ മർദ്ദനം തന്നെയാണ്. അവർക്ക് വെള്ളം കുടിക്കാൻ ചോദിച്ചപ്പോൾ കക്കൂസി പോയി വെള്ളം കുടിക്കാൻ പറയുന്ന പോലീസ് ഏമാന്മാരുള്ള നാടാണ് കേരളം. എന്തുകൊണ്ടാണ് ഒരു ദളിത് സ്ത്രീയോട് ഇങ്ങനെ പെരുമാറുന്നത്? വേറെ ഏതെങ്കിലും ഒരു സവർണ്ണ സമുദായത്തിൽപ്പെട്ട ആളോട് ഇങ്ങനെ പെരുമാറുവാൻ കേരളത്തിലെ പോലീസ് തയ്യാറാകും? അവരുടെ വസ്ത്രവും നിറവും എല്ലാം അവിടെ പ്രശ്നമായിരുന്നിരിക്കും. ഇത് വസ്ത്രം, നിറം എന്നതിനേക്കാൾ ഉപരിയായിട്ട് ജാതി തന്നെയാണ്. ജാതിയാണ് ഇവിടെ വിഷയം.
ഇത് കേവലം നിറവുമായി ബന്ധപ്പെട്ട മാത്രം പ്രശ്നം. നിറം പ്രശ്നം തന്നെയാണ്, പക്ഷേ നിറത്തേക്കാൾ ഉപരിയായി ജാതിയാണ് പ്രശ്നം. ഇപ്പം കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്കും, പ്രത്യേകിച്ച് ഒരു മാസം മുമ്പാണ് ചീഫ് സെക്രട്ടറിയുടെ നിറത്തെ സംബന്ധിച്ചൊരു തർക്കം കേരളത്തിൽ, അപവാദം, ആക്ഷേപം ഉന്നയിക്കപ്പെട്ടത്. പക്ഷേ ഈ നിറം ഒരു ദളിതനായിരുന്നെങ്കിലോ ഈ സ്ഥാനത്തെങ്കിൽ, ചീഫ് സെക്രട്ടറി ആയതുകൊണ്ട് രക്ഷപ്പെട്ടതാണ്. ചീഫ് സെക്രട്ടറി മറ്റൊരു സമുദായത്തിൽപ്പെട്ട ആൾ ആയതുകൊണ്ടാണ്. അപ്പോൾ നിറവും ജാതിയും എല്ലാം കൂടി ഒരുമിച്ച് വരുമ്പോൾ ഈ അപരവൽക്കരണവും മർദ്ദനവും വളരെ ആഴത്തിലാവുകയാണ് ചെയ്യുന്നത്. അപ്പം എന്തുകൊണ്ടാണ് നിറം ഒരു പ്രശ്നമാകുന്നത്? കറുപ്പ് നിറം എന്ന് പറയുന്നത് അവർണ സമുദായങ്ങളുടെ, കീഴാള സമുദായങ്ങളുടെ കീഴാള ശരീരങ്ങളുമായി മാത്രം ബന്ധപ്പെട്ട് ഐഡൻറ്റിഫൈ ചെയ്യുന്നൊരു പാരമ്പര്യം ഇന്ത്യക്കുണ്ട്. അതുകൊണ്ടാണ് നാട്യശാസ്ത്രത്തിൽ വളരെ കൃത്യമായി പറയുന്നുണ്ട്. ഇന്ത്യയുടെ അനുഭൂതിശാസ്ത്രപരമായ വലിയ ടെസ്റ്റാണല്ലോ നാട്യശാസ്ത്രം. കലകളുടെ എല്ലാം, സുകുമാര കലകളുടെ എല്ലാം ആധാര ഗ്രന്ഥമാണ് നാട്യശാസ്ത്രം എന്നാണ് പറയുന്നത്. പക്ഷേ നാട്യശാസ്ത്രത്തിൽ പറയുന്നത് അവർണരുടെ കീഴാളരുടെ നിറം കറുപ്പാണെന്ന്, മോഷ്ടാക്കളുടെ നിറം കറുപ്പാണെന്ന്, നീചന്മാരായ മനുഷ്യരുടെ നിറം കറുപ്പാണെന്ന്, നീചദേശത്ത് താമസിക്കുന്നവരുടെ നിറം കറുപ്പാണെന്ന്, ദക്ഷിണദേശക്കാരുടെ നിറം കറുപ്പാണെന്നാണ് നാട്യശാസ്ത്രം പറയുന്നത്. അത് തമിഴ്നാട്ടിലുള്ളവരെല്ലാം കറുത്തവരാ, ദക്ഷിണദേശത്തുള്ളവരെല്ലാം കറുത്ത നിറമുള്ളവരാണ്? അല്ല. പക്ഷെ ഒരു ദേശത്തെ നാട്യശാസ്ത്രം സങ്കല്പിക്കുമ്പോൾ ചില മനുഷ്യർ ആ ദേശത്തുള്ള മുഴുവൻ മനുഷ്യരും കറുപ്പാണെന്ന് സങ്കല്പിച്ചുകൊണ്ട്, അവതരിപ്പിച്ചുകൊണ്ട് ആ ദേശത്തെയും ആ മനുഷ്യരെയും അധകൃതരാക്കുകയും അപരവൽക്കരിക്കുകയും ചെയ്യുന്ന ഒരു സൗന്ദര്യ സങ്കല്പം തന്നെ ഇന്ത്യക്കുണ്ട്. അതിൻ്റെ പ്രതീകവും പ്രതിനിധിയുമാണ് ഭരതമുനി എഴുതിയ നാട്യശാസ്ത്രം എന്ന് പറയുന്നത്. അപ്പോൾ ഈ നിറത്തെ ചൊല്ലിയുള്ളൊരു, നിറം എന്ന് പറയുന്ന അടിസ്ഥാനപരമായി ജാതിയുമായി ബന്ധപ്പെട്ടതാണ്, അത് കീഴാള ശരീരങ്ങളുമായി ബന്ധപ്പെട്ടതാണ് എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ നമ്മൾ സമഗ്രമായി പരിശോധിക്കുമ്പോഴാണ് കേരളത്തിൻ്റെ പൊതുമനസാക്ഷിയിൽ നിന്ന്, പൊതുമനസ്സിൽ നിന്ന് ജാതിബോധം പൂർണ്ണമായിട്ട് ഇല്ലാതായിട്ടില്ല എന്നുള്ളത്. പ്രത്യേകിച്ച് നമ്മൾ ഈ അടുത്തിടെയുള്ള ചില സംഭവവികാസങ്ങൾ ചേർത്ത് വെച്ച് പരിശോധിക്കണം. ശബരിമല മേൽശാന്തി നിയമനം. ശബരിമല മേൽശാന്തി നിയമനം കേരളത്തിൻ്റെ മുൻ ദേവസ്വം വകുപ്പ് മന്ത്രി രാധാകൃഷ്ണൻ, അദ്ദേഹം ഇരിക്കുന്ന സമയത്ത് തന്നെ കേരളത്തിലെ ദേവസ്വം ബോർഡിന് കീഴിലുള്ള കോളേജുകളിലും സ്കൂളുകളിലും ഒക്കെ തന്നെ സംവരണം നടപ്പിലാക്കണമെന്ന് പറയുന്നുണ്ട്. ആ ഫയൽ ഇപ്പോൾ ഉറങ്ങുകയാണോ അതോ ആ ഫയല് നീണ്ട സുഷുപ്തിയിലാണോ എന്ന് എനിക്ക് സംശയമാണ്. അതതിൻ്റെ നടപടിക്രമങ്ങളിലേക്ക് കടക്കുന്നേയില്ല. ഇതെന്താണ് തെളിയിക്കുന്നത്? അപ്പം കേരളത്തിലെ ദേവസ്വം ബോർഡിന് കീഴിലുള്ള കോളേജുകളിലും സ്കൂളുകളിലും ഒക്കെ തന്നെ ദളിത് പ്രാതിനിധ്യം വട്ടപൂജ്യ, ശൂന്യാൽ ശൂന്യതരമാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? കേരളത്തിലെ പുരോഗമന മനസാക്ഷി പറയണം എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. ഇല്ല, പരീക്ഷ എഴുതി പാസ്സായ ഒരാൾക്ക് അവിടെ പൂജാരിയാവാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാകും. ഈഴവ സമുദായത്തിൽ വിഷ്ണുനാരായണൻ എന്ന് പറയുന്ന പൂജാരി ഈഴവ സമുദായത്തിൽപ്പെട്ട ആൾ, സംസ്കൃതത്തിൽ പാണ്ഡിത്യമുള്ള ആളാണ്, തന്ത്രവിദ്യ നന്നായി പഠിച്ച ആളാണ്. അദ്ദേഹം ദേവസ്വം ബോർഡിന് അപേക്ഷ സമർപ്പിക്കുന്നു. മലയാള ബ്രാഹ്മണനല്ല എന്ന കാരണത്തിൽ അദ്ദേഹത്തിൻ്റെ അപേക്ഷ നിരസിക്കുന്നു. അദ്ദേഹം ഹൈക്കോടതിയെ സമീപിക്കുന്നു. ഹൈക്കോടതിയെ സമീപിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ പരാതിക്കെതിരായി റിട്ട് പെറ്റീഷനായിട്ട് വരുന്ന ആരാണ്? അഖില കേരള തന്ത്രി സമാജമാണ്. അഖില കേരള തന്ത്രി സമാജത്തിൻ്റെ നേതാവ് ആരാണ്? അക്കീരമൺ കാളിദാസ ഭട്ടതിരിയാണ്. അപ്പോൾ കേരളത്തിൻ്റെ പുരോഗമനപരമായ മുന്നോട്ട് പോക്കിനെ തടസ്സം വരുത്തിക്കൊണ്ട് ബ്രാഹ്മണ്യം വളരെ ശക്തമായിട്ട് നമ്മുടെ മുമ്പിൽ നിൽക്കുന്നു എന്നുള്ളതാണ്. ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഒരു പാചകക്കാരനായിട്ട് പോലും ഒരു അവർണ്ണന് പ്രവേശിക്കാൻ കഴിയുന്നില്ല. കേരളത്തിലെ ക്ഷേത്രങ്ങളിൽ വളരെ ശക്തമായിട്ട് ഇപ്പോഴും തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മയും ഉണ്ട്. അതല്ലേ ഒന്ന് പണ്ട് പോലെ ഈ പൂജാരിമാർ മറ്റേ ഈ പൂജിച്ചത് കയ്യിൽ വെച്ച് തരില്ലല്ലോ, അവര് ഇങ്ങനെ ഇട്ടല്ലേ തരുതുള്ളൂ. അതിപ്പോഴും എല്ലായിടത്തും ഉള്ളൊരു കാര്യം തന്നെയാണത്. അതെ. അപ്പം കേരളത്തിലെ അത് അസ്പൃശ്യതയുടെ തെളിവാണ്. ഇത് ചൈതന്യഹാനി വരാതിരിക്കാൻ വേണ്ടിയാണെന്നൊക്കെയാണ് പുതിയ ഹിന്ദുത്വവാദികളുടെ ന്യായീകരണം. ഒരു ചൈതന്യഹാനി ഇല്ല. അസൽ തൊട്ടുകൂടായ്മ കേരളത്തിലെ ക്ഷേത്രങ്ങളിൽ ഇപ്പോഴും നിലനിൽക്കുന്നു എന്നുള്ളതാണ്. അന്തസ്സുള്ള ആത്മാഭിമാനമുള്ള ദളിതർ ഈ പ്രസാദം വാങ്ങിക്കാൻ പോകരുത്. അതിൻ്റെ അർത്ഥം ദളിതരാരും വിശ്വാസികൾ അല്ല, എല്ലാവരും നിരീശ്വരവാദികളാകണം, എല്ലാവരും യുക്തിവാദികളാകണം എന്നുള്ള അഭിപ്രായമല്ല ഞാൻ പങ്കുവെക്കുന്നത്. മറിച്ച് ക്ഷേത്രത്തിൽ പോകുന്ന ദളിതർ ചെയ്യേണ്ടത് ഈ അനീതിയെ ചോദ്യം ചെയ്യണം. ഇങ്ങനെ പ്രസാദം എറിഞ്ഞു തന്ന് ഞങ്ങൾ വാങ്ങിക്കില്ല എന്ന് കേരളത്തിലെ ഈഴവരും ദളിതരും കൂടെ സംഘടിച്ച് ശക്തരായി പറഞ്ഞാൽ ഈ കൗവീനധാരികളായ ബ്രാഹ്മണർക്ക് ജനാധിപത്യവാദികളാകേണ്ടി വരും. അപ്പോൾ കേരളത്തിൽ ജനാധിപത്യ വിരുദ്ധമായിട്ടാണ് ഈ കൗവീനധാരികൾ ജീവിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലോ ഈ വേടൻ്റെ തുണിയില്ലാ ചാട്ടമാണ്. യഥാർത്ഥത്തിൽ ആരാണ് തുണിയില്ലാ ചാട്ടം നടത്തുന്നത്? ഇപ്പം നമ്മൾ സ്ഥിരം പറയുകയാണെങ്കിൽ കുറച്ചും കൂടെ രസകരമായിട്ട് പരിശോധിച്ചാൽ
ആധുനികമായ വസ്ത്രം വന്നു കഴിഞ്ഞു, ആധുനികമായ ധാരാളം അണ്ടർ ഗാർമെൻറ്റ്സ് നമുക്കുണ്ട്. പക്ഷേ ഇപ്പോഴും 16-ാം നൂറ്റാണ്ടിലെ കോണക കൊടുത്തുകൊണ്ട് ഈ പൂജാരിമാർ നടക്കുക. ലജ്ജയില്ലേ എന്ന് ആരെങ്കിലും ചോദിക്കണം. നിങ്ങൾക്ക് നാണമില്ല? ആ വസ്ത്രത്തിലൂടെ നമ്മൾ ക്ഷേത്രത്തിൽ പോയാലറിയാം. ഞാൻ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ഗവേഷണം നടത്തിയ ഒരാളാണ്. അപ്പോൾ ഈ ഒറ്റമുണ്ട് ഉടുത്തുകൊണ്ട് നിൽക്കുമ്പോൾ ഈ കൗപീനം വളരെ ദൂരത്ത് നിന്ന് നമുക്ക് വളരെ വ്യക്തമായിട്ട് കാണാം. അതിൻ്റെ അപ്പുറത്തേക്കുള്ള കാര്യങ്ങൾ തൽക്കാലം ഞാൻ പറയുന്നില്ല. അപ്പോൾ ഇങ്ങനെ തുണിയില്ലാച്ചാട്ടം നടത്തുക, അതൊന്നും ഒരു പ്രശ്നമേ അല്ല. ക്ഷേത്രങ്ങൾക്കകത്ത് പോയാൽ ഈ കൊത്തുപണികൾ കാണാം. എന്താണ് അവിടെ കാണുന്നത്? എന്താ, എല്ലാവരും തുണിയെടുത്ത പ്രതിമകളാണ് അവിടെ എല്ലാം ക്ഷേത്രത്തിലെ കൊത്തുപണികൾ? ഒന്നുമല്ല, പലതും നഗ്നമാണ്. അല്ല, ക്ഷേത്രത്തിൽ പ്രവേശിക്കുമ്പോഴും പുരുഷന്മാർ ഈ ഇട്ടിരിക്കുന്ന ഷർട്ട് എല്ലാം അകത്ത് കയറാൻ പറ്റുമെന്നല്ലേ പറയുന്നത്? അതെ, അത് മാത്രമല്ല, ഒരു കാലഘട്ടത്തിൽ ഈ തിരുവനന്തപുരത്ത് അനന്തപത്മനാഭ സ്വാമി ക്ഷേത്രത്തിൽ താലപ്പൊലി നടക്കുന്ന അവസരത്തിൽ സ്ത്രീകൾ മാറുമറയ്ക്കാൻ പാടില്ലായിരുന്നു. ശ്രീപത്മനാഭനെ തൊഴണമെങ്കിൽ സ്ത്രീകൾ മാറുമറച്ചിട്ടുണ്ടെങ്കിൽ മാറുമറച്ച വസ്ത്രം ഊരിക്കളഞ്ഞിട്ടേ പത്മനാഭനെ തൊഴാൻ പറ്റും. എന്താണ് അതിൻ്റെ രാഷ്ട്രീയം എന്ന് പരിശോധിക്കേണ്ടതാണ്. ഇത് ശ്രീപത്മനാഭന് കാണാനാണോ അതോ പൂജാരിക്ക് കാണാനാണോ എന്നുള്ളത് വ്യക്തമാണ് കാര്യം. അപ്പോൾ ഇത്രമാത്രം തുണിയില്ലാച്ചാട്ടം നടത്തുകയും അത് കണ്ട് ആനന്ദിക്കുകയും ചെയ്യുന്ന ബ്രാഹ്മണ ഫ്യൂഡൽ നാടുവാഴിത്ത മേധാവിത്വം ഇവിടെ നിലനിൽക്കുമ്പോൾ അവരൊന്നും തെറ്റുകാരല്ലാതാവുകയും വേടം തെറ്റുകാരനാകുകയും ചെയ്യുന്ന ഒരു അവസ്ഥാവിശേഷം. ഇതാണ് ജാതി എന്ന് പറയുന്നത്. ഇതാണ് ജാതി. തന്നെയല്ല, നോക്കൂ, തൃപ്പൂണിത്തുറ ക്ഷേത്രത്തിൽ റൗക്ക ധരിച്ചെത്തി നായർ സ്ത്രീകൾ. പരീക്ഷത്ത് രാമവർമ്മ തമ്പുരാൻ റൗക്ക വലിച്ചു കീറിയെന്നാണ് ക്ഷേത്രരേഖകൾ തെളിയിക്കുന്നത്. റൗക്ക വലിച്ചു കീറി നായർ സ്ത്രീകളുടെ. ഇനി നായർ സ്ത്രീകളാരും റൗക്ക ധരിച്ചുകൊണ്ട് ക്ഷേത്രത്തിലെത്താൻ പാടില്ല എന്ന് പറഞ്ഞു. ആ പരീക്ഷത്ത് രാമവർമ്മ തമ്പുരാൻ്റെ പേര് കൊച്ചി മെട്രോയ്ക്ക് ഇടണമെന്നാണ് നമ്മുടെ ചില പുരോഗമനവാദികൾ ഉൾപ്പെടെ വാദിച്ചത്. ഇത്രമാത്രം വൈരുദ്ധ്യമാണെന്ന് ആലോചിച്ച് നോക്കൂ. അപ്പോൾ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പരിശോധിക്കണം. സന്ധ്യയ്ക്ക് ഇരുന്ന് ചൊല്ലുന്ന പ്രാർത്ഥനകൾ എടുത്ത് പരിശോധിച്ച് എന്തുമാത്രം അശ്ലീലമാണ് അതിനകത്തുള്ളത്. പാലാഴി മങ്കതൻ കൊങ്ക ഉണരുന്ന കാർമുകിൽ വർണ്ണനെ കാണുമാറാകണം. എന്താണ് കൊങ്ക? ഞാൻ അതിൻ്റെ അർത്ഥത്തിലേക്ക് കടക്കുന്നില്ല. മലയാളി സ്വയം പരിശോധിക്കുക. എല്ലാവർക്കും സംസ്കൃതം അറിയണമെന്നില്ലല്ലോ. അല്ല, ഇത് അറിയാതല്ലേ ഇത് പറയുന്നത്. അതെ, അല്ല, അത്രമാത്രം അശ്ലീലം ഇതിനകത്ത് കലർന്നിരിക്കുന്നു. ഇപ്പം കൃഷ്ണനെ സ്തുതിക്കുന്ന മറ്റൊരു സ്തോത്രമുണ്ട്. അതിൽ പറയുന്നത് രംഭാതുല്യം തുടയിണയും തവ ജങ്കായുകളം മണിനൂപുരവും. സന്ധ്യക്കിരുന്ന് ഭക്തിപൂർവ്വം ചൊല്ലുക. അശ്ലീലമാണെന്നുള്ളത് അവർ മനസ്സിലാക്കണ്ടേ? അപ്പം ഞാൻ പറഞ്ഞു വരുന്നതിൻ്റെ രത്നസാരം ഇതാണ്. വളരെ കൃത്യമായിട്ട് അസ്പൃശ്യതയും തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മയും പല നിലകളിൽ കേരള സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ട്. അതിനെതിരായി ദളിതരുടെ നേതൃത്വത്തിൽ, അവർണ സമുദായങ്ങളുടെ നേതൃത്വത്തിൽ ഒരു സാംസ്കാരിക മുന്നേറ്റം ഉണ്ടായി വരുന്നുണ്ട്. ആ സാംസ്കാരിക മുന്നേറ്റത്തെ ഭയപ്പെട്ടിട്ടാണ് ശശികല NR മധു ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത്. അത് വേടനെതിരെ മാത്രമുള്ളതല്ല, ജനാധിപത്യത്തിനെതിരായിട്ടുള്ള ഒന്നാണ് എന്നുള്ളതാണ് നമ്മൾ തിരിച്ചറിയേണ്ട അടിസ്ഥാനപരമായ കാര്യം. നമ്മുടെ മനോഭാവത്തിൽ തന്നെ ജാതി മൂല്യങ്ങൾ വളരെ ആഴത്തിൽ കിടപ്പുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോഴും പലരും ജാതി പേരുകൾ കൊണ്ടു നടക്കുന്നത്. വലിയ മാർക്സിസ്റ്റുകളായിട്ടുള്ള പല ആളുകളുണ്ട്. അവരുടെ പേരിൻ്റെ അറ്റത്തും ജാതിവാലുണ്ട്. അവരുടെ പേരുകളൊന്നും നമുക്ക് പറയേണ്ട ആവശ്യമില്ല, ചിരപരിചിതമാണ്. വലിയ മാർക്സിസ്റ്റുകളാണ്, വലിയ പുരോഗമനകാരികളാണ്. പക്ഷേ പേരിൻ്റെ അറ്റത്തു നിന്ന് ആ ജാതിവാൽ ഒഴിവാക്കാൻ അവർക്ക് കഴിയുന്നില്ല. ഇങ്ങനത്തെ ഒരു അവസ്ഥാവിശേഷം കേരള സമൂഹത്തിൽ നിലനിൽക്കുകയാണ്. ജാതിയെ പുകഴ്ത്തുന്ന പുസ്തകങ്ങൾ സന്ധ്യാകീർത്തനങ്ങളായിട്ട് ഇപ്പോഴും ആലപിച്ചുകൊണ്ടിരിക്കുന്നു. രാമായണം ഒരു പ്രധാനപ്പെട്ട ഗ്രന്ഥമാണല്ലോ. അത് കർക്കിടക മാസം മുഴുവൻ വായിക്കുക. എന്താണ്? ജാതി അവദാനമാണ് അതിൽ നിറയെ. അങ്ങനെ നോക്കുകയാണെങ്കിൽ യഥാർത്ഥത്തിൽ ഈ ശശികല വേടനെ വിളിച്ചല്ലോ ജാതി ഭീകരൻ എന്ന്. ആ പേര് യഥാർത്ഥത്തിൽ ആർക്കാണ് അർഹത? ആ പേരിന് ആരാണ് അർഹനെന്ന് ചോദിച്ചാൽ ഈ ഭക്തികാവ്യം എഴുതിയ ആളുകളാണെന്ന് പറയേണ്ടി വരും. കാരണം ബ്രാഹ്മണരുടെ കാലിലെ പൊടി എൻ്റെ ഹൃദയം ശുദ്ധീകരിക്കണമെന്ന് എഴുത്തച്ഛൻ പ്രാർത്ഥിക്കുന്നത്. അപ്പോഴാരാണ് ജാതി ഭീകരവാദി? ബ്രാഹ്മണരോളം മഹത്വമില്ലാർക്കുമേ സാമ്യം ദ്വിജന്മാർക്ക് മറ്റൊന്നുമില്ലല്ലോ എന്നാണ് എഴുത്തച്ഛൻ പാടിയത്. അപ്പോൾ ആരാണ് ജാതി ഭീകരവാദി? കേരളത്തിലെ കലോത്സവം വളരെ നമ്മൾ പുരോഗമനപരമായി നടത്തുന്നൊരു കലോത്സവം. പക്ഷേ പലയിടം നമ്പൂതിരി പായസം വെച്ചെങ്കിലേ കേരളീയർ ഇപ്പോഴും കുടിക്കത്തുള്ളൂ. എന്താണ്? കാതറും കോശിയും പായസം വെച്ചാൽ കേരളീയർ കുടിക്കത്തില്ലേ? എന്താ കുടിക്കാത്തത്? മലയാളിക്ക് കുടിക്കത്തില്ല, മലയാളിയുടെ തൊണ്ടയ്ക്ക് കീഴോട്ട് ഇറങ്ങത്തില്ല ആ പായസം. എന്താണ് കാരണം? ജാതിയാണ് കാരണം. ഇങ്ങനെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്ന് പുറത്താക്കുന്ന അവസ്ഥാവിശേഷം. നമ്മളിപ്പോൾ എത്ര മുമ്പോട്ട് വന്നെന്ന് പറഞ്ഞാലും ഇപ്പോഴും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും ജോലിക്കാണെങ്കിൽ പോലും എത്ര SC ST വിഭാഗങ്ങളിൽ നിന്നുള്ള ആൾക്കാർ
അവിടെ ഉന്നത പദവികളിൽ ജോലി എടുക്കുന്നു എന്നുള്ളത് കണക്കുകൾ രേഖകൾ നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ അത്ഭുതപ്പെട്ടു. ഇപ്പം ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും യൂട്യൂബിലും ഒക്കെ റിസർവേഷൻ നിർത്തലാക്കണം, ഈ ഇപ്പം SC/ST വിഭാഗത്തിലുള്ള ആൾക്കാർ പലരും പറയുന്നൊരു ന്യായം ഇതാണ്, എനിക്കറിയാവുന്ന ഒരാളുണ്ട്, അയാൾ ഭയങ്കര ഉന്നത ഇതിലാണ് ജീവിക്കുന്നത്, അപ്പം അതുകൊണ്ട് ഈ റിസർവേഷൻ വേണോ, ഇനി അവരെല്ലാം ഉന്നതിയിലെത്തിയില്ലേ എന്നുള്ള രീതിയിലാണ് പല ആൾക്കാരും സംസാരിക്കുന്നത്. ശരിക്കും അങ്ങനെ ഒരു രീതിയിൽ എത്തിയിട്ടില്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ ഉന്നതിയിലെത്തിയാൽ പിന്നെ ഈ സംവരണം വേണ്ട എന്നുള്ളതാണല്ലോ അടിസ്ഥാനപരമായ പ്രശ്നം. എന്താണ് സംവരണത്തിൻ്റെ ന്യായം? എന്താണ് സംവരണത്തിൻ്റെ നീതി? സംവരണത്തിൻ്റെ നീതി എന്ന് പറയുന്നത് പ്രാതിനിധ്യ ജനാധിപത്യമാണ്, സാമുദായിക പ്രാതിനിധ്യമാണ് എൻ്റെ ദേശീയവാദം എന്ന് സഹോദരൻ അയ്യപ്പൻ പറയുന്നുണ്ട്. ഇപ്പോൾ പ്രാതിനിധ്യം ഉറപ്പിക്കുക എന്നുള്ളതാണ് സംവരണം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സംവരണം ലക്ഷ്യമാക്കുന്നത് പുറന്തള്ളപ്പെട്ട ജനവിഭാഗങ്ങളുടെ പ്രാതിനിധ്യം ഭരണകൂടത്തിലും അധികാര സ്ഥാപനങ്ങളിലും ഉറപ്പിക്കുക എന്നുള്ളതാണ്. അല്ലാതെ ദാരിദ്ര്യ നിർമ്മാർജ്ജനമോ അല്ലെങ്കിൽ ആരെങ്കിലും പ്രത്യേകിച്ച് കൈപിടിച്ച് കയറ്റും, ഇതൊന്നുമല്ല സംവരണ ലക്ഷ്യം. യോഗ്യതയില്ലാത്ത ആർക്കെങ്കിലും ജോലി കൊടുക്കുന്ന പദ്ധതിയല്ല സംവരണം. ഇപ്പോൾ ദളിതരും ആദിവാസികളും ഒക്കെ യോഗ്യതയില്ലാത്തവർക്കല്ലല്ലോ സർക്കാർ ജോലി കൊടുക്കുന്നത്. ദളിതരും ആദിവാസികളിലും ഒക്കെ തന്നെ സർക്കാർ പറയുന്ന ക്വാളിഫിക്കേഷൻ നേടി യോഗ്യത നേടി ആ യോഗ്യത കരസ്ഥമാക്കിയവർക്ക് മാത്രമേ സർക്കാരിലും ജോലിയുള്ളൂ. അല്ല, യോഗ്യതയില്ലാത്ത ദളിതർക്ക് ആർക്കെങ്കിലും സർക്കാർ ജോലി കൊടുത്തിട്ടുണ്ടോ? ഇല്ല. ഇപ്പോൾ പൊതുവേ ഒരു ധാരണ എന്താണ്, യോഗ്യത കുറഞ്ഞ ചില ആളുകൾക്ക് ജോലി കൊടുക്കുന്ന പദ്ധതിയാണ് സംവരണം എന്നാണ് പറയുന്നത്. അങ്ങനെയല്ല. അങ്ങനെയാണെങ്കിൽ ഇപ്പോഴത്തെ UGC നെറ്റിൻ്റെ കട്ട് ഓഫ് മാർക്ക് നോക്കിയാൽ അറിയാം, SC/ST മാർക്ക് കുറവാണ് EWS, അവർക്കൊക്കെ ഇപ്പം നെറ്റ് കിട്ടുന്ന സാഹചര്യം ഉണ്ടായി. അപ്പോൾ ആരാണ് ഇപ്പോൾ മുമ്പന്തിയിൽ? ആ നിലയ്ക്ക് നോക്കിയാൽ SC/ST മാർക്ക് കുറവുള്ള EWSകാരാണ്. അങ്ങനെ നമ്മൾ കാര്യങ്ങളെ മനസ്സിലാക്കണ്ടേ. അപ്പോൾ ഇത് സംവരണം എന്ന് പറയുന്ന അടിസ്ഥാനപരമായിട്ട് ഡോക്ടർ BR അംബേദ്കർ പറയുന്നുണ്ട്, റെപ്രസെൻറ്റേഷൻ ഫോർ ഓൾ ക്ലാസസ്. റെപ്രസെൻറ്റേഷൻ ഇല്ലാത്ത മുഴുവൻ ജനവിഭാഗങ്ങൾക്കും റെപ്രസെൻറ്റേഷൻ കൊടുക്കുന്ന, പ്രാതിനിധ്യം കൊടുക്കുന്ന ഒരു പദ്ധതിയാണ് സംവരണം എന്ന് പറയുന്നത്. സംവരണത്തിന് പകരം മറ്റൊരു പ്രാതിനിധ്യം നടപ്പിലാക്കാനുള്ള മറ്റൊരു പദ്ധതി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് സ്വീകരിക്കാം. ഇപ്പോൾ നോക്കൂ, ചീഫ് ജസ്റ്റിസ് ആയിട്ട് ഇപ്പോൾ പുതുതായിട്ട് ചാർജ് എടുത്ത സുപ്രീം കോടതിയുടെ പുതിയ ജഡ്ജി ഗവായി, അദ്ദേഹം ഉന്നത പദവിയിലിരിക്കുന്ന ആളാണല്ലോ, മഹാരാഷ്ട്രക്കാരൻ കൂടാണ് അദ്ദേഹം. അദ്ദേഹം ആദ്യമായിട്ട് ചീഫ് ജസ്റ്റിസ് ആയതിനു ശേഷം ഏതാനും ദിവസങ്ങൾക്ക് ശേഷം മഹാരാഷ്ട്രയിൽ വന്നു. ചീഫ് സെക്രട്ടറിയും പങ്കെടുത്തില്ല, DGPയും അദ്ദേഹത്തിൻ്റെ പരിപാടി പങ്കെടുത്തില്ല. പ്രോട്ടോക്കോൾ അനുസരിച്ച് സുപ്രീം കോടതി ജഡ്ജി പങ്കെടുക്കുന്ന പരിപാടിയിൽ ചീഫ് സെക്രട്ടറിയും സംസ്ഥാന പോലീസ് മേധാവിയും പങ്കെടുക്കണമെന്നാണ് പ്രോട്ടോക്കോൾ. എന്തുകൊണ്ടാണ് ചീഫ് ജസ്റ്റിസ് ആയിട്ടുള്ള ഗവായി പങ്കെടുത്ത പരിപാടിയിൽ ഇവർ രണ്ടുപേരും പങ്കെടുക്കാതിരുന്നത്? അതാണ് ജാതി എന്ന് പറയുന്നത്. ഈ ഗവായി തന്നെയാണ് പറഞ്ഞത് ഉപസംവരണം നടപ്പിലാക്കണമെന്നും ദളിതർക്കിടയിൽ ക്രിമി ലെയർ നടപ്പിലാക്കണമെന്നൊക്കെ പറഞ്ഞത് ഗവായിയാണ്. ഗവായിക്ക് ഇപ്പോഴെങ്കിലും അത് മനസ്സിലായി കാണും. കാരണം ജാതി എന്ന് പറയുന്നത് ദളിതർ ഏതെങ്കിലും ഉന്നതമായ നിലയിൽ എത്തിയത് കൊണ്ട് മാത്രം ഇല്ലാതാകുന്ന ഒന്നല്ല ദളിതരോടുള്ള ജാതീയമായ മനോഭാവം. ഇന്ത്യയുടെ ഒരു രാഷ്ട്രപതി ഒരിക്കൽ ഒഡീഷ പുരി ജഗന്നാഥ ക്ഷേത്രത്തിൽ ചെന്നല്ലോ. പുരി ജഗന്നാഥ ക്ഷേത്രത്തിൽ ക്ഷേത്ര ദർശനം നടത്തി ഇറങ്ങിയതിന് ശേഷം പുണ്യാഹം നടത്തുകയും ചാണകം തളിച്ച് ശുദ്ധീകരിക്കുകയും ചെയ്യുന്ന അവസ്ഥാവിശേഷം ഉണ്ടായില്ലേ? ഇത് തെളിയിക്കുന്നതാണ് ദളിതരോടുള്ളൊരു സമീപനം ഇങ്ങനെയാണ് എന്നുള്ളതാണ്. കേരള സംസ്ഥാനത്ത് സാഹിത്യ അക്കാദമി നിലവിൽ വന്നിട്ട് എത്ര വർഷമായി? ഇത്രയും വർഷത്തിനിടയ്ക്ക് സാഹിത്യ അക്കാദമിയുടെ അധ്യക്ഷനായിട്ട് ഒരു ദളിതം വന്നിട്ടുണ്ടോ? സാഹിത്യ അക്കാദമിയുടെ ഹാളിൽ പോയി നമ്മൾ നോക്കണം, അതിനകത്ത് എത്ര ദളിതരുടെ ഫോട്ടോ ഉണ്ട്? പണ്ഡിറ്റ് കറുപ്പൻ, ഇന്നും പണ്ഡിറ്റ് കറുപ്പൻ്റെ ഫോട്ടോ സാഹിത്യ അക്കാദമിയുടെ ആ ഹാളിലില്ല. എന്തുകൊണ്ടാണ് പണ്ഡിറ്റ് കറുപ്പൻ്റെ ഫോട്ടോ ആ ഹാളിൽ ഇല്ലാത്തത്? പണ്ഡിറ്റ് കറുപ്പനെ പോലെ ജാതിക്കുമ്മി എഴുതിയ, ജാതിക്കെതിരായി പോരാടിയ, സമത്വം സുന്ദരമായ ഒരു കേരളത്തെ ഭാവന ചെയ്ത പണ്ഡിറ്റ് കറുപ്പൻ്റെ ചിത്രം എന്തുകൊണ്ടാണ് സാഹിത്യ അക്കാദമിയുടെ ഹാളിൽ ഇല്ലാതെ പോകുന്നത്? ഇതാണ് ജാതീയമായ മനോഭാവം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ സാഹിത്യ അക്കാദമി കൊടുക്കുന്ന അവാർഡുകൾ, കേരള സംസ്ഥാനം കൊടുക്കുന്ന അവാർഡുകൾ, അങ്ങനെ അതിൻ്റെ എല്ലാം ലിസ്റ്റ് പരിശോധിക്കണം. അത് ആർക്കാണ് കൂടുതൽ ലഭ്യമാകുന്നത്? അതിലൊക്കെയുള്ള ജാതീയമായ മനോഭാവം നമുക്ക് വളരെ കൃത്യമായിട്ട് തിരിഞ്ഞു കിട്ടും എന്നുള്ളതാണ്. അപ്പം ഞാൻ സൂചിപ്പിക്കുന്നത്, പുറന്തള്ളപ്പെടുന്ന ജനവിഭാഗങ്ങളെ ഉൾക്കൊള്ളുന്നതിന് വേണ്ടി ഭരണഘടന രൂപം കൊടുത്ത ഒരു വിതരണ നീതിയുടെ സ്വരൂപമാണ് സംവരണം എന്ന് പറയുന്നത്. ആ രീതിയിലേക്ക് മുഴുവൻ അർത്ഥത്തിൽ സാക്ഷാത്കരിക്കപ്പെട്ടിട്ടില്ല. അങ്കുൽ പലിവാളിൻ്റെ പഠനം സൂചിപ്പിക്കുന്നത് ഇന്ത്യൻ സർവകലാശാലകളിലെ അധ്യാപക തസ്തികകളിൽ 97% സവർണരാണെന്നാണ്. മാനവവിഭവശേഷി മന്ത്രാലയം പാർലമെൻറ്റിൽ വെച്ച കണക്ക് സൂചിപ്പിക്കുന്നത് ഇന്ത്യൻ IITകളിലെ 6049 അധ്യാപക തസ്തികകളിൽ 121 ദളിതരും ആദിവാസികളും ഒഴിച്ചാൽ ബാക്കി മുഴുവൻ സവർണരാണ്.
ഇങ്ങനെ ഒരു സവർണ ഒളിഗാർക്കിക്കൽ ഭരണകൂടമായിട്ടാണ് നമ്മുടെ രാജ്യത്ത് എല്ലാ സ്ഥാപനങ്ങളും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. സുപ്രീം കോടതി ഉണ്ടായത് മുതൽ ഇന്ന് വരെ 278 ജഡ്ജിമാരുണ്ടായിട്ടുണ്ട് സുപ്രീം കോടതിയിൽ. അതിൽ 252 പേരും സവർണ വിഭാഗത്തിൽ നിന്നുള്ളവരാണ്. ആദിവാസി വിഭാഗത്തിൽ നിന്ന് ഒരേ ഒരാൾ മാത്രമാണ് സുപ്രീം കോടതി ജഡ്ജി ആയിട്ടുള്ളത്. കേവലം 8 പേര് മാത്രമാണ് സുപ്രീം കോടതിയിലെ ദളിത് വിഭാഗത്തിൽ നിന്ന് ജഡ്ജിമാരായിട്ടുള്ളത്. നോക്കൂ, 252 പേര് സവർണരാണ്, 8 പേര് മാത്രമേ ഉള്ളൂ ദളിതര്. പക്ഷേ ജനസംഖ്യാനുപാതികമായ പ്രാതിനിധ്യമാണെങ്കിൽ എത്ര പേരാണ് സുപ്രീം കോടതിയിലെ ജഡ്ജിമാരായിട്ട് വരേണ്ടത്? മുസ്ലിങ്ങൾ എത്ര പേര് വരണം? അപ്പം ജനസംഖ്യാനുപാതികമായ പ്രാതിനിധ്യം ദളിതർക്കും ആദിവാസികൾക്കും ലഭിക്കുന്നില്ല എന്നുള്ളതാണ് ഈ കണക്കുകളെല്ലാം തെളിയിക്കുന്നത്. സംസ്ഥാനത്തിൻ്റെ ആസൂത്രണ സാമ്പത്തികാര്യ വകുപ്പിൻ്റെ 2021 കണക്ക് തെളിയിക്കുന്നത് കേരളത്തിലെ 50-ലധികം പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളുടെ പ്രാതിനിധ്യം ശൂന്യതരമാണെന്ന് സംസ്ഥാന ആസൂത്രണകാര്യ സാമ്പത്തിക വകുപ്പിൻ്റെ കണക്ക് തന്നെ തെളിയിക്കുന്നുണ്ട്. സംസ്ഥാനത്തിൻ്റെ പൊതുപണം ഒഴുകുന്ന ഏറ്റവും വലിയ മേഖലയാണ് പൊതുവിദ്യാഭ്യാസ മേഖല. അത് എയ്ഡഡ് വിദ്യാഭ്യാസ മേഖലയാണ് ഈ പൊതുവിദ്യാഭ്യാസ മേഖല എന്നറിയപ്പെടുന്നത്. ഭൂരിഭാഗം സ്കൂളുകളും അവരുടെ ഭാഗത്താണ്. അവിടെ എല്ലാം ആരാണ്? എയ്ഡഡ് വിദ്യാഭ്യാസ മേഖല ജാതി കോളനിയാണ് എന്ന് പറഞ്ഞാൽ സവർണ ജാതി കോളനിയായിട്ടാണ് ഇത് നിലനിൽക്കുന്നത്. അവിടെ എല്ലാം ഇപ്പോൾ NSSൻ്റെ കോളേജിലെല്ലാം നായന്മാർ മാത്രമാണ്. അത് ഇനി സിറിയൻ ക്രിസ്ത്യാനികളുടെ ആണെങ്കിൽ അവർ മാത്രമേ ഉള്ളൂ. അപ്പോൾ അവിടെ എല്ലാം ആരാണ്? പൊതുവിദ്യാലയം എന്ന് പറയുകയും സത്യത്തിൽ അവിടെ പൊതുവായിട്ട് ആരാണുള്ളത്? അവിടെ പൊതു എന്ന് പറയുന്നത് ഈ സവർണർ മാത്രമാണ്. ദളിതരും ആദിവാസികളും ഇല്ലാത്ത സ്ഥാപനങ്ങളെയാണ് പൊതുവിദ്യാലയം നമ്മൾ വിളിച്ചു വരുന്നത്. കാരണം പൊതുപണമെല്ലാം ഒഴുകുന്ന എവിടെയൊക്കെ തന്നെയാണ്? ഈ കേരളത്തിലെ സവർണ ഒളിഗാർക്കിക്കൽ സമുദായങ്ങളിലേക്ക് തന്നെയാണ് കേരളത്തിലെ പൊതുപണം ഒഴുകുകയും ശക്തരാകുകയും ചെയ്യുന്നത്. അപ്പം സാമൂഹികമായി ദുർബലപ്പെട്ടിരിക്കുന്ന ദളിത് സമുദായം ശാക്തീകരിക്കപ്പെടണമെങ്കിൽ എന്തു വേണം? കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ മേഖലയിൽ, അത് കോളേജുകളാവട്ടെ പൊതുവിദ്യാലയങ്ങളാവട്ടെ, ഈ സ്ഥലങ്ങളിലെല്ലാം തന്നെ ദളിതർക്ക് ആദിവാസികൾക്ക് ആനുപാതികമായ പ്രാതിനിധ്യം വേണം. അങ്ങനെ ആനുപാതികമായ പ്രാതിനിധ്യം ലഭിക്കുമ്പോൾ മാത്രമേ സാമുദായികമായി ശാക്തീകരിക്കപ്പെടൂ. അത് എല്ലാ രംഗങ്ങളിലും വേണം. ഇപ്പോൾ നോക്കൂ, നമുക്ക് ഗവൺമെൻറ് മേഖല തന്നെ പൊതുവെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക. എല്ലാ മേഖലകളും സ്വകാര്യവൽക്കരിക്കപ്പെട്ടുകൊണ്ട് ഇങ്ങനെ സ്വകാര്യവൽക്കരിക്കപ്പെടുമ്പോൾ സംഭവിക്കുന്നത് എന്താ? സ്വകാര്യവൽക്കരണത്തിൻ്റെ ഏറ്റവും ഭീതിതമായ നഷ്ടം അനുഭവിക്കുന്ന ദളിതരും ആദിവാസികളുമാണ്. അപ്പോൾ സ്വകാര്യവൽക്കരണത്തിൻ്റെ ഏറ്റവും വലിയ ഇരകളാരാണ്? അത് ദളിതരും ആദിവാസികളും തന്നെയാണ്. കാരണം സ്വകാര്യവൽക്കരണത്തിലൂടെ എന്താണ് സംഭവിക്കുന്നത്? സ്വകാര്യവൽക്കരണത്തിലൂടെ ഈ സ്ഥാപനങ്ങളെല്ലാം തന്നെ സമ്പൂർണ്ണമായിട്ട് സവർണ ഒളിഗാർക്കിയാൽ വരേണ്യ ഒളിഗാർക്കിയാൽ നിയന്ത്രിക്കപ്പെടുന്ന ഒന്നായിട്ട് മാറിത്തീരും. അങ്ങനെ വരുമ്പോൾ പ്രത്യേകിച്ച് നമ്മൾ കേരളത്തിലെ മാധ്യമ സ്ഥാപനങ്ങൾ പരിശോധിക്കുക. വാർത്ത വായിക്കുന്നതിൽ എത്ര ദളിതരുണ്ട്? എത്ര കറുത്ത ശരീരങ്ങളുണ്ട് വാർത്ത വായിക്കുന്നതിൽ? എല്ലാം വെളുത്ത് തുടുത്ത് ഓറഞ്ച് പരുവത്തിലാക്കി അല്ലെങ്കിൽ അങ്ങനെയുള്ളവർ മാത്രം വാർത്ത വായിച്ചാൽ മതി എന്ന് പറയുന്ന മനോഭാവം കേരളത്തിലുണ്ട്. അവരാണ് ചീഫ് സെക്രട്ടറി നിറത്തിൻ്റെ പേരിൽ അധിക്ഷേപിക്കപ്പെട്ടപ്പോൾ കേരളത്തിലെ മാധ്യമങ്ങൾ കണ്ണീർ വഴിക്കുകയായിരുന്നു. കണ്ണീര് ഒരു ഒരു വലിയ പാത്രത്തിൽ പിടിച്ചാൽ അത്രമാത്രം കണ്ണീരാണ്. അവരത്രയും കണ്ണീർ തൂകി. പക്ഷേ അവരവരുടെ സ്ഥാപനത്തിലേക്ക് തിരിഞ്ഞു നോക്കാൻ തയ്യാറായിട്ടില്ല. അവരുടെ സ്ഥാപനത്തിൽ എത്ര ദളിതരുണ്ടെന്ന് അവർ പരിശോധിക്കണ്ടേ? കേരളത്തിലെ മാധ്യമ സ്ഥാപനങ്ങളിൽ എത്ര ദളിതരുണ്ട് എന്ന് ഈ പുരോഗമനകാരികളായിട്ടുള്ള മാധ്യമപ്രവർത്തകർ ചിന്തിക്കണ്ടേ? നോക്ക്, വേറൊരു സംഭവം കൂടെ നമ്മൾ ഇതിനോട് ചേർത്ത് പരിശോധിക്കേണ്ടതുണ്ട്. ഈ ബിന്ദുവിനെ മോഷ്ടാവാക്കി പോലീസ് സ്റ്റേഷനിൽ മണിക്കൂറുകൾ പിടിച്ചിരുത്തിയല്ലോ. ഇവർക്കെതിരെ കള്ളപ്പരാതി കൊടുത്തു. ഓമന ഡാനിയൽ എന്ന് പറയുന്ന സ്ത്രീ. ഈ ഓമന ഡാനിയൽ എന്ന് പറയുന്ന സ്ത്രീയുടെ പേരല്ല നമുക്ക് അവരെ അറിയാവോ? മാധ്യമങ്ങൾ അവരുടെ വീട്ടിൽ പോവുകയോ തന്നെ ഉള്ള ഒരു വീട്. പക്ഷേ വേറെ ആരെങ്കിലും ആണെങ്കിൽ, ദളിത് സമുദായത്തിൽപ്പെട്ട ആരെങ്കിലും ആണ് പ്രതിയെങ്കിൽ ഈ മാധ്യമങ്ങൾ അവരുടെ മേൽവിലാസം, അവരുടെ അച്ഛൻ, അവരുടെ അമ്മ, അവരുടെ അമ്മുമ്മ, അപ്പുപ്പൻ എന്ന് വേണ്ട മുഴുവൻ ആളുകളുടെയും ചരിത്രം വലിച്ചു പുറത്തിടും കേരളത്തിലെ മാധ്യമങ്ങൾ. എന്തുകൊണ്ടാണ് ഓമന ഡാനിയലിനെ ഒന്ന് കേരളം കാണാത്തത്? ഓമന ഡാനിയൽ എന്ന പേര് മാത്രമേ ഉള്ളൂ ഇപ്പോഴും നമുക്ക് അറിഞ്ഞുകൂടാ. ആ സംഭവം നടന്ന വീടോ അങ്ങനെ ഒന്നും അറിഞ്ഞുകൂടാ, ആർക്കും അജ്ഞാതമാ. കേരളത്തിലെ വലിയ അന്വേഷണമാണ് കേരളത്തിലെ മാധ്യമങ്ങൾ നടത്തുക. ക്യാമറയും കൊണ്ട് മൈക്കും കൊണ്ട് വീടിനുള്ളിലേക്ക് തിരികെ കയറും. അങ്ങനത്തെ ആളുകളാണ് അവർക്ക്. പക്ഷേ ഓമന ഡാനിയലിനെ അറിയണ്ട. കള്ളപ്പരാതി കൊടുത്ത ഓമന ഡാനിയലിനെ സംരക്ഷിക്കുന്ന ഒരു സമീപനമാണ് കേരളത്തിലെ സവർണ കുത്തക മാധ്യമങ്ങൾ സ്വീകരിച്ചിട്ടുള്ളത്. ഇതെല്ലാം തന്നെ എന്താണ് തെളിയിക്കുന്നത്? പ്രാതിനിധ്യത്തിൻ്റെ അഭാവമാണ് തെളിയിക്കുന്നത്. കാരണം പ്രാതിനിധ്യമുള്ള ഒരു സമൂഹത്തിൽ മാത്രമേ സമത്വം പ്രവർത്തിക്കത്തുള്ളൂ.
സമത്വം പ്രവർത്തിക്കണമെങ്കിൽ എന്ത് വേണം? എല്ലാ സമൂഹത്തിൽപ്പെട്ട സമുദായങ്ങളിൽപ്പെട്ട വ്യത്യസ്ത ജനവിഭാഗത്തിൽപ്പെട്ട ആളുകളുടെ പ്രാതിനിധ്യമുള്ള ഒരു സ്ഥാപനത്തിന് മാത്രമേ ജനാധിപത്യപരമായിട്ടിരിക്കാൻ കഴിയുകയുള്ളൂ. അല്ലാത്ത ജനാധിപത്യ രഹിതമായിരിക്കും സ്വാഭാവികമായിട്ടും. അപ്പോൾ അതിനെ മറികടക്കണമെങ്കിൽ എന്ത് വേണം? സംവരണം കാര്യക്ഷമമായിട്ട് തന്നെ നടപ്പിലാക്കണം. സംവരണം എന്ന് പറയുന്നത് ഏതെങ്കിലും തരത്തിൽ ദളിതർക്കും ആദിവാസികൾക്കും കൊടുക്കുന്ന ഔദാര്യമല്ല. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ EWS ഉണ്ടല്ലോ, എന്തുകൊണ്ടാണ് EWSനെ പറ്റി പറയാത്തത്? ദളിതരും ആദിവാസികളും സംവരണം മേടിക്കുന്നുള്ളതാണല്ലോ പരാതി. എന്തുകൊണ്ടാണ് കേരളത്തിലെ നായന്മാരൊക്കെ EWS സംവരണം വേണ്ടാന്ന് പറയട്ടെ? അവരാരും വേണ്ടാന്ന് പറയുന്നുണ്ടോ? ഇല്ലല്ലോ. പൊതുവായിട്ട് മത്സരിക്കുക, പൊതുമത്സര രംഗം എന്ന് ഞാൻ ഉദ്ദേശിച്ചത് ഇപ്പം കേരളത്തിലെ PSC എടുത്താൽ 50% സംവരണവും 50% പൊതുമത്സരത്തിലുമാണല്ലോ. ജനറൽ എന്ന് പറയുന്ന പൊതു മത്സരത്തിനാണ് വിട്ടുകൊടുത്തിരിക്കുന്നത്. EWS നടപ്പിലാക്കിയപ്പോൾ എന്താ സംഭവിച്ചത്? ഈ 50%-ൽ നിന്ന് 10% എടുത്തിട്ടാണ് EWS സംവരണത്തിനായിട്ട് മാറ്റി വെച്ചിരിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ എന്താണ് സംഭവിച്ചിരിക്കുന്നത്? അങ്ങനെ വരുമ്പോൾ ഈ പറയുന്ന ദളിതർക്കും ആദിവാസികൾക്കും പൊതുവായ എല്ലാവർക്കും മത്സരിക്കാവുന്ന 50%-ൽ നിന്ന് 10% നഷ്ടപ്പെട്ടിരിക്കുന്നു. 40% മാത്രമേ ഉള്ളൂ. ഇപ്പം 40% മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെ ഭീകരമായ നഷ്ടമാണ് ദളിതാദിവാസി സമൂഹത്തിന് EWS സംവരണത്തിലൂടെ തന്നെ വന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് EWS സംവരണത്തെ സംവരണം എന്ന് തന്നെ പറയേണ്ടത്. ദേവസ്വം ബോർഡിൻ്റെ സ്ഥാപനങ്ങൾ ഓൾറെഡി തന്നെ സവർണ കുത്തകയാണ്. എല്ലാ രംഗങ്ങളിലും എല്ലാ തസ്തികകളിലും അവർക്കാണ് പിന്നെയും 10% സംവരണം വീണ്ടും അനുവദിച്ചിരിക്കുന്നത്. ഇതടിസ്ഥാനപരമായിട്ട് ചെയ്യുന്ന എന്താണ്? സവർണ കുത്തക ഉറപ്പിക്കുന്നതിലേക്കാണ് ഇതെല്ലാം തന്നെ ചെന്ന് ചേരുന്നത്. ഈ ക്ഷേത്രങ്ങളിലും മറ്റും ഈ പൂജാവിധികളും ഈ അതിനൊരു എന്ത് കാര്യം പറയുമല്ലോ, ബ്രഹ്മജ്ഞാനി. അപ്പം അങ്ങനെ അറിവ് നേടുന്ന ഒരു ദളിതന് അല്ലെങ്കിൽ അയാൾക്ക് പൂണൂലിട്ട് അയാൾ ഈ പൂണൂലിടുക എന്ന് പറയുന്നത് അയാൾ ആ ബ്രഹ്മജ്ഞാനം നേടിയത് കൊണ്ടാണല്ലോ ഇടുന്നത്. അതോ ജാതിയായിട്ട് വരുന്നത് കൊണ്ട് ഇടുന്നൊരു സാധനമാണോ? അപ്പോൾ ഈ ബ്രഹ്മജ്ഞാനം നേടുക എന്ന് പറയുന്നത് ഈ ദൈവത്തിനെ പൂജിക്കാനുള്ള ഒരു അനുവാദം പോലെയാണല്ലോ ഇപ്പോൾ ഇവിടെയുള്ള വിശ്വാസികളെല്ലാം കാണുന്നത്. അപ്പോൾ പല സ്ഥലങ്ങളിലും ഇപ്പം മാവേലിക്കര പോലെയുള്ള സ്ഥലങ്ങളിൽ അവിടെ ചില അമ്പലങ്ങളിൽ ദളിതരായിട്ടുള്ള ആൾക്കാരാണ് പൂജാരികളായിട്ട് നിൽക്കുന്നത്. അപ്പം അവിടെയൊന്നും ദൈവത്തിന് പ്രശ്നമില്ലാത്തത് എങ്ങനെയാണ് മറ്റ് അമ്പലങ്ങളിൽ ദൈവങ്ങൾക്ക് പ്രശ്നമാകുന്നതെന്നാണ് വിചാരിക്കുന്നത്? ബ്രഹ്മജ്ഞാനി എന്നുള്ള സങ്കല്പം ഒരു വലിയ തമാശയാണ്. ഇത്രമാത്രം തമാശ നിറഞ്ഞൊരു വാക്ക് ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. ബ്രാഹ്മണ പൗരോഹിത്യം അവരുടെ ആധികാരികത ഉറപ്പിക്കാനും അവർക്ക് എക്കാലവും മറ്റുള്ളവരെ ചൂഷണം ചെയ്യാനും വേണ്ടി ഉണ്ടാക്കിയിരിക്കുന്ന ഒരു അമ്മുമ്മ കഥയാണ് ഈ ബ്രഹ്മജ്ഞാനം എന്ന് പറയുന്നത്. നാരായണ ഗുരുസ്വാമി നമ്മളെ പഠിപ്പിച്ചത് ബ്രഹ്മജ്ഞാനം നേടാനോ ബ്രഹ്മജ്ഞാനിയാകാനല്ല. ഗുരുസ്വാമികൾ പറയുന്നുണ്ടല്ലോ, ന ബ്രാഹ്മണാദിരസ്യൈവം ഹാ തത്വം വേത്തി ഗോപിന. ബ്രാഹ്മണാദി ഭേദങ്ങൾ നിലനിൽക്കുന്നില്ല. മനുഷ്യാണ് മനുഷ്യത്വമാണ് നമ്മൾ ആർജിക്കേണ്ടത്, അല്ലാതെ ബ്രഹ്മജ്ഞാനമോ ഒന്നുമല്ല. ബ്രഹ്മജ്ഞാനം ആർജിക്കണമെന്നും നിങ്ങൾ ബ്രാഹ്മണരാകണമെന്നൊക്കെ ഉള്ളത് ബ്രാഹ്മണ്യത്തിൻ്റെ കുതന്ത്രമാണ്. ഇന്ത്യൻ ഭരണഘടന നിലവിലിരിക്കുന്ന ഒരു രാജ്യത്ത് ഭരണഘടനാനുസൃതമായ മനുഷ്യ പദവിയിലേക്ക് ഉയരുക എന്നുള്ളതാണ് നമ്മൾ പറയേണ്ടത്. അല്ലാതെ ബ്രഹ്മജ്ഞാനം എന്നൊക്കെ പറയുന്ന സാധനം തോട്ടിൽ കളയുക വേണ്ടത്, അറബിക്കടലിൽ കളയുക വേണ്ടത്. ബ്രഹ്മജ്ഞാനം കൊണ്ടൊക്കെ എന്ത് കാര്യമുള്ളത്? ഈ ബ്രഹ്മജ്ഞാനം നേടിയ മഹർഷിമാരെ കൊണ്ട് ഇന്ത്യക്ക് എന്ത് നേട്ടമുണ്ടായി? ശങ്കരാചാര്യരെ കൊണ്ട് ഇന്ത്യക്ക് എന്താണ് ഗുണം ഉണ്ടായിട്ടുള്ളത്? ഇപ്പോൾ സുകുമാർ അഴീക്കോടൊക്കെ പറയും, ഈ ശങ്കരാചാര്യർ ആണ് ഇന്ത്യക്ക് ലോകത്തിൻ്റെ ഏറ്റവും വലിയ സംഭാവന, ഇന്ത്യ ലോകത്തിന് നൽകിയ വലിയ സംഭാവന എന്നത് ശങ്കരാചാര്യർ അദ്വൈത സിദ്ധാന്തമാണെന്ന് സുകുമാർ അഴീക്കോട് പറയും. ശുദ്ധ അസംബന്ധം. എന്ത് സംഭാവനയാണ് നൽകിയിട്ടുള്ളത്? ബ്രഹ്മം എന്ന സങ്കല്പത്തെ ശങ്കരാചാര്യർ വ്യാഖ്യാനിക്കുന്നുണ്ട്. ശങ്കരാചാര്യർ പറയും, ബ്രാഹ്മണ പുരുഷ സ്വരൂപ ഹേതുത്വാത് ബ്രഹ്മേത്യഭിധീയതേ. ബ്രാഹ്മണ പുരുഷൻ്റെ സ്വരൂപത്തെയാണ് ഈ ബ്രഹ്മം എന്ന് പറയുന്നത്. ബ്രാഹ്മണജാത്യഭിമാനാത് ബ്രഹ്മേത്യഭിധീയതേ. ബ്രാഹ്മണൻ്റെ ജാത്യഭിമാന നിമിത്തം ബ്രഹ്മത്തെ ആ പേരിൽ അറിയപ്പെടുന്നു. ഇങ്ങനെ പറയുന്ന ശങ്കരാചാര്യർ ഏത് അദ്വൈതത്തെ പറ്റിയാണ്, ഏത് വിമോചനത്തെ പറ്റിയാണ്, ഏത് മനുഷ്യൻ്റെ സമത്വ സങ്കല്പത്തെയാണ് ശങ്കരാചാര്യർ ഉയർത്തിപ്പിടിക്കുന്നത്? അസൽ ജാതിവാദിയാണ് ശങ്കരാചാര്യർ. ജാതി ഭീകരവാദി എന്നുള്ള പേര് യഥാർത്ഥത്തിൽ ചേരുന്നത് ശങ്കരാചാര്യർക്കാണ്. അപ്പം ബ്രഹ്മജ്ഞാനി എന്ന് പറഞ്ഞൊരു തമാശയാണ്, ഒന്നുമില്ല അതിനകത്ത്. എന്ത് ബ്രഹ്മത്തെ അറിഞ്ഞിട്ട് എന്ത് നേടാനാ? എന്ത് നേട്ടമാണ് ഇന്ത്യക്കാർക്ക്? എന്ത് നേട്ടമാണ് ബ്രഹ്മത്തെ അറിഞ്ഞതുകൊണ്ട്? ഇപ്പോൾ കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുമ്പാണല്ലോ ഒരാൾ ബ്രഹ്മജ്ഞാനം നേടി ഇവിടെ സമാധിയായതിൻ്റെ വലിയ വാർത്ത വന്നത്. ഒരുപാട് പേര് സമാധിയായല്ലോ ഇന്ത്യയിൽ. ഈ സമാധി ഇരുന്ന മഹർഷിമാരെ കൊണ്ട് ഇന്ത്യക്ക് എന്താണ് നേട്ടം?
സമാധി ഇരുന്ന മഹർഷിമാരെ കൊണ്ട് ഇന്ത്യയിലെ ദളിതർക്ക് എന്ത് നേട്ടം ഉണ്ടായെന്നൊരു ചോദ്യം നമ്മൾ ചോദിക്കണ്ടേ? സമാധി ഇരുന്ന മഹർഷിമാരാണോ ഈ ഇന്ത്യയിൽ ഒരു മുട്ടുസൂചിയെങ്കിലും കണ്ടുപിടിച്ചിട്ടുണ്ടോ ഇവർ? ഈ മഹർഷിമാരെന്താ കണ്ടുപിടിച്ചത്? ഈ മഹർഷിമാരാരെങ്കിലും ഇന്ത്യയിലെ ദളിത് സമൂഹം, ആദിവാസികൾ അനുഭവിക്കുന്ന ജാതി വ്യവസ്ഥയ്ക്കെതിരായിട്ട് ഒരക്ഷരം പറഞ്ഞിട്ടുണ്ടോ? വാൽമീകിയെ പറ്റി പൊതുവെ പറയുന്നത് വാൽമീകി ദളിതനാണെന്നും വാൽമീകി കരച്ചിലിൻ്റെ പിന്നാലെ പാഞ്ഞ കവിയാണെന്നാണ് പറയുന്നത്. ഒന്നുമില്ല. ജാതിക്കെതിരായ ഒരക്ഷരം പോലും വാൽമീകി രാമായണത്തിലില്ല. ജാതി വ്യവസ്ഥയെ ഊട്ടി ഉറപ്പിക്കുന്ന ശ്ലോകങ്ങളാണ് വാൽമീകി രാമായണത്തിൽ നിറയെ. പാവം പിടിച്ച വേടനെ കുറ്റക്കാരനുമാക്കി. വാൽമീകി രാമായണത്തിലെ വേടനെ പറ്റിയാണ് പറയുന്നത്. കാരണം വാൽമീകി രാമായണത്തിൽ പറയുമല്ലോ, ശോകശ്ലോകത്വമാഗത എന്നുവെച്ചാൽ ഒരു വേടൻ ക്രൗഞ്ചമിഥുനങ്ങളിൽ ഒന്നിനെ വധിച്ചു. ആ ദുഃഖം, ഒന്ന് മരിച്ചു വീണു, ഒന്ന് ജീവനോടുകൂടി ഇരിക്കുന്നു. അത് കണ്ടിട്ട് വാൽമീകിയുടെ ഹൃദയത്തിൽ കണ്ണീര് വന്നു, ശോകമുണ്ടായി. ആ ക്രൗഞ്ചമിഥുനങ്ങളിൽ ഒന്ന് മരിച്ചത് കണ്ടിട്ടുള്ള ശോകത്തിൽ നിന്നാണ് വാൽമീകി രാമായണം ശ്ലോകരൂപത്തിൽ പുറത്തു വന്നത് എന്ന് വാൽമീകി രാമായണത്തിൽ തന്നെ പറയുന്നു. നോക്കൂ, എന്താണ് വേടൻ്റെ ജോലി? നിഷാദന്മാരുടെ ജോലി എന്താണ്? സ്വന്തമായി ഭക്ഷണം കണ്ടുപിടിക്കുക. കാരണം കാട്ടിൽ കൃഷിയില്ല, വരുന്നെല്ല് കൃഷിയല്ല വേടൻ്റെ ജോലി. ആ രീതിയിലേക്കൊന്നും സമൂഹം വലിയ രീതിയിൽ കപ്പ നടന്ന രീതിയിലേക്ക് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കൃഷി വികസിച്ചിട്ടില്ല. കാട്ടിൽ ആപ്പിളില്ല, കാട്ടിൽ ഓറഞ്ച് ഇല്ല പോയി പറിച്ചു തിന്നാൻ. പിന്നെന്താണ് കാട്ടിൽ ചെയ്യാവുന്നൊരു കാര്യം? വേട്ടയാടി മൃഗങ്ങളെ ഭക്ഷണമാക്കുക എന്നുള്ളതാണ് വേടന്മാർക്ക് ചെയ്യാനുള്ളത്, നിഷാദന്മാർക്ക് ചെയ്യാനുള്ളത്. അതിനെ ഒരു കുറ്റമായി അവതരിപ്പിക്കുന്നു. ആ ദുഃഖമാണ് യഥാർത്ഥ ദുഃഖം. നോക്കൂ, കേരളത്തിലെ സാംസ്കാരിക സംഘടനകളുടെ പേര് ഒരു കാലത്ത് മാനിഷാദ എന്നുള്ളതായിരുന്നു. അരുത് കാട്ടാള. അതിന് കാട്ടാളൻ എന്ത് തെറ്റാ ചെയ്തത്? വർഷങ്ങളായിട്ട് ഇവിടുത്തെ ഫ്യൂഡൽ നാടുവാഴി മേടമ്പിമാരും ബ്രാഹ്മണരും കേരളത്തിലെ ശൂദ്രരുമൊക്കെ കേരളത്തിലെ ആദിവാസികളോടും ദളിതരോടും ചെയ്യുന്നത് ഒരു കുറ്റവും ഇല്ല അതിനകത്തൊന്നും. പാവം പിടിച്ച വേടൻ ഒരു പക്ഷിയെ കൊന്ന് ഇറച്ചി ഭക്ഷിച്ചതാണ് ഇത്രയും വലിയ മഹാപരാധമായിട്ട് കേരളം ആഘോഷിച്ചത്. മാനിഷാദ, അരുത് കാട്ടാള. അരുത് ബ്രാഹ്മണ എന്ന് പറയുന്നില്ല, അരുത് ബ്രാഹ്മണ്യമേ എന്ന് പറയുന്നില്ല. സ്വയം ഭക്ഷണത്തിന് വേണ്ടി അന്നത്തെ ഒരു ദിവസത്തെ ഭക്ഷണം. ഇപ്പോൾ ഒരു പക്ഷിയെ എയ്ത് വീഴ്ത്തിയാൽ ദിവസങ്ങളോളം വെച്ചിരുന്ന് കഴിക്കാനൊന്നും കഴിയില്ലല്ലോ. അന്ന് ഫ്രിഡ്ജൊന്നുമില്ല ഇത് ഇറച്ചി സൂക്ഷിച്ച് വെക്കാൻ. അതുകൊണ്ട് അന്ന് ചുട്ട് തിന്നുക എന്നുള്ളതേ ഉള്ളൂ. അങ്ങനെ വേടനെ കുറ്റവാളിയാക്കുക, നിഷാദനെ കുറ്റവാളിയാക്കുക, എന്നിട്ട് ജാതി മാഹാത്മ്യം ഊട്ടി ഉറപ്പിക്കുക. ഇതാണ് വാൽമീകി രാമായണം മുതലായ ടെസ്റ്റുകളെല്ലാം തന്നെ നമുക്ക് പരിശോധിച്ചാൽ കാണാൻ കഴിയുന്നത്. ചുരുക്കി പറയാൻ ആഗ്രഹിക്കുന്നത്, ബ്രഹ്മജ്ഞാനം എന്ന് പറഞ്ഞൊരു തമാശയാണ്. എന്തുകൊണ്ടാണ് ഒരു ദളിതൻ പൂജാരിയാകുന്നത്? ദളിതൻ പൂജാരിയാകുന്നത് ബ്രഹ്മജ്ഞാനം നേടിയത് കൊണ്ടൊന്നുമല്ല. ദളിതന് ഇന്ത്യയിൽ ഇന്ന് പൂജാരിയാകാൻ കഴിയുന്ന ഡോക്ടർ ബി ആർ അംബേദ്കറുടെ നേതൃത്വത്തിലൊരു ഭരണഘടന ഉള്ളതുകൊണ്ടാണ്. അല്ലാതെ ഉപനിഷത്ത് പഠിച്ചിട്ടൊന്നുമല്ല. ഉപനിഷത്തിൽ ഒരു ദളിതനെയും പൂജാരിയാക്കാൻ അനുവദിക്കുന്നില്ല. ഇന്ത്യയിലെ ഒരു തന്ത്രഗ്രന്ഥങ്ങളിലും ദളിതൻ പൂജാരിയാകണമെന്ന് പറയുന്നില്ല. ഞാൻ വെല്ലുവിളിക്കുകയാണ് ഇവിടുത്തെ ഹിന്ദുത്വവാദികളെ. ദളിതൻ പൂജാരിയാകണമെന്ന് കൽപ്പിക്കുന്ന ഒരു ടെസ്റ്റ് എടുത്തുകൊണ്ട് വരാൻ. ഒരു ഗ്രന്ഥം കേരളത്തിൽ എഴുതപ്പെട്ടതോ ഇന്ത്യയിൽ എഴുതപ്പെട്ടതോ ഏത് ഗ്രന്ഥത്തിലാണ് ദളിതർ പൂജാരിയാകണമെന്ന് പറയുന്നത്? ഒന്നുമില്ല. ബ്രാഹ്മണർ മാത്രമേ പ്രതിഷ്ഠ ചെയ്യാവൂ, പൂജ ചെയ്യാവൂ എന്ന് പറയുന്ന ഗ്രന്ഥങ്ങളാണ് സംസ്കൃതത്തിൽ ഈ ബ്രാഹ്മണർ എഴുതി കൂട്ടിയിട്ടുള്ളത്. അതുകൊണ്ട് ദളിതർ പൂജാരിയാകുന്നത്, ദളിതർക്ക് പൂജാരിയാകാൻ അവകാശം കിട്ടുന്നത് ബ്രഹ്മജ്ഞാനിയായതുകൊണ്ടല്ല. ഈ ബ്രഹ്മജ്ഞാനത്തിൻ്റെ അമ്മുമ്മ കഥകൾ തള്ളിക്കളഞ്ഞുകൊണ്ട്, നിരസിച്ചുകൊണ്ട് ഡോക്ടർ ബി ആർ അംബേദ്കറുടെ നേതൃത്വത്തിൽ സമത്വത്തെയും സാഹോദര്യത്തെയും ഊട്ടിയുറപ്പിക്കുന്ന ഒരു ഭരണഘടന ഉണ്ടായതുകൊണ്ടും ആ ഭരണഘടനയെ അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ഒരു ജനാധിപത്യ ഭരണകൂട ക്രമം ഉണ്ടായി വന്നതുകൊണ്ടാണ് ദളിതർക്ക് ഇന്ന് പൂജാരിമാരാകാൻ കഴിഞ്ഞത്. അപ്പോൾ രാമൻ പറയുമല്ലോ, എഴുത്തച്ഛൻ്റെ രാമായണത്തിൽ രാമൻ ലക്ഷ്മണനെ ഉപദേശിക്കുന്നത്, മന്നിടത്തിങ്കൽ ദ്വിജത്വം ഉണ്ടായി വന്നാൽ പൂജിക്കാം മാമടോ, ഭൂമിയിൽ നീ ബ്രാഹ്മണനായിട്ട് ജനിച്ചാൽ എന്നെ പൂജിക്കാൻ കഴിയും എന്നാണ് രാമൻ ലക്ഷ്മണനോട് പറയുന്നത്. അതിൻ്റെ അർത്ഥം എന്താണ്? നീ ഭൂമിയിൽ ബ്രാഹ്മണനായോ ദ്വിജനായോ പിറന്നാൽ മാത്രം എന്നെ പൂജിക്കാൻ കഴിയൂ. പക്ഷേ ഇന്ന് ആർക്കും പൂജിക്കാം, ഏത് ക്ഷേത്രത്തിലും പൂജിക്കാൻ നില വന്നത് എന്തുകൊണ്ടാണ്? അത് ഇന്ത്യൻ ഭരണഘടന ഉള്ളതുകൊണ്ടാണ്. ഏത് ക്ഷേത്രത്തിലും പൂജിക്കുക എന്നുള്ളത് കോട്ടാൻകോട്ടില്ല. കാരണം ശബരിമലയിലും ഗുരുവായൂരിലും വരുമാനമുള്ള ക്ഷേത്രങ്ങളിലെല്ലാം ദളിതർ ഇന്നും പുറത്താണ്. വരുമാനമുള്ള ക്ഷേത്രങ്ങളെല്ലാം ബ്രാഹ്മണർ കൈക്കലാക്കി വെച്ചിരിക്കുക. ചോറ്റാനിക്കര ക്ഷേത്രം, ശബരിമല ക്ഷേത്രം, ചെട്ടുകുളങ്ങര ഭഗവതി ക്ഷേത്രം, മലയാലപ്പുഴ ഭഗവതി ക്ഷേത്രം, ഇങ്ങനെ വരുമാനമുള്ള ക്ഷേത്രങ്ങളെല്ലാം ഇപ്പോഴും ബ്രാഹ്മണരുടെ കൈപ്പിടിയിൽ തന്നെ. ഇപ്പം നോക്ക്, കേരളത്തിൽ ദളിതരെ പൂജാരിമാരായിട്ട് നിയമിച്ചിട്ടുണ്ട്. അവരൊക്കെ എവിടെയാണ് നിയമിക്കപ്പെട്ടിരിക്കുന്നത്? വരുമാനം കുറഞ്ഞ ക്ഷേത്രങ്ങളിലാണ്. വലിയ വരുമാനമുള്ള ക്ഷേത്രം ആരുടെ കസ്റ്റഡിയിൽ തന്നെ? ബ്രാഹ്മണരുടെ കസ്റ്റഡിയിൽ തന്നെ.
അവർ തന്നെയാണ് അതിൻ്റെ നേതൃത്വം വഹിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ കാര്യം കൂടി നമ്മൾ കാണാതെ പോകരുത്. അപ്പോൾ ബ്രഹ്മജ്ഞാനമല്ല നമുക്ക് ആവശ്യം. നമുക്ക് ദളിത് സമൂഹത്തിന് ബ്രഹ്മജ്ഞാനം ആവശ്യമില്ല. ദളിത് സമൂഹത്തിന് ആവശ്യം പ്രാതിനിധ്യവും എല്ലാ രംഗത്ത് അധികാര കസേരയിലേക്ക് കയറുക എന്നുള്ളതാണ് ദളിതർക്ക് ആവശ്യം. അതിനുവേണ്ടി ദളിതർ സംസ്കൃതം പഠിക്കുക എന്നുള്ളതല്ല. ദളിതർ സംസ്കൃതമൊക്കെ ഉപേക്ഷിക്കണം. ദളിത് സമൂഹം ഇനി സംസ്കൃതം പഠിച്ചതുകൊണ്ടൊന്നൊരു കാര്യവുമില്ല. ദളിത് സമൂഹം ആധുനികമായ വൈജ്ഞാനിക അവബോധത്തിലേക്ക് ഉണരുകയും ആധുനികമായ ലോകബോധത്തിലേക്ക് ഉണർന്ന് പുതിയ പുതിയ സാങ്കേതിക വിദ്യകളും പുതിയ ലോകക്രമത്തിലേക്ക് ഉണരാൻ കഴിയുന്ന വിദ്യാഭ്യാസം നേടി ആഗോള പൗരരാകുക എന്നുള്ളതാണ് ദളിതർക്ക് ഇന്ന് ആവശ്യം. അല്ലാതെ ബ്രഹ്മജ്ഞാനിയായിട്ട് കൂപമണ്ഡുകമായിട്ട് പൊട്ടക്കിണറ്റി കിടക്കുന്ന അവസ്ഥയല്ല വേണ്ടത്. ദളിത് സമൂഹത്തിന് ബ്രഹ്മജ്ഞാനം പട്ടം ആവശ്യമില്ല. ദളിത് സമൂഹത്തിന് ആവശ്യം ഉന്നതമായ സമത്വ സാഹോദര്യ ലോകക്രമത്തെ പ്രദാനം ചെയ്യുന്ന വൈജ്ഞാനിക അവബോധവും അധികാര കസേരയിലേക്ക് കയറാൻ സഹായിക്കുന്ന ഒരു പുതിയ സാമൂഹ്യ വ്യവസ്ഥ സംജാതമാകുകയും അതിനുവേണ്ടിയുള്ള പ്രയത്നമാണ് യഥാർത്ഥത്തിൽ ദളിത് സമൂഹം അവർണ ജനതയിൽ നിന്ന് നടത്തേണ്ടത്. അതുകൊണ്ട് ബ്രഹ്മജ്ഞാനം പട്ടമൊക്കെ ബ്രാഹ്മണർ തന്നെ എടുത്തോട്ടെ. അവർ ബ്രഹ്മജ്ഞാനിയാവുകയോ അത്തരം അമ്മുമ്മ കഥ അവർ വിശ്വസിക്കുകയോ ഒക്കെ ചെയ്യട്ടെ. ദളിത് സമൂഹം അതിൻ്റെ പുറകെ പോകേണ്ടതില്ല എന്നുള്ളതാണ് എൻ്റെ സുചിന്തിതമായ അഭിപ്രായം. കേരളത്തിൻ്റെ ഏറ്റവും വലിയ നവോത്ഥാന പ്രസ്ഥാനത്തിൻ്റെയും നവോത്ഥാനത്തിൻ്റെയും ഒരു ഫിഗറാണ് ശ്രീനാരായണ ഗുരു എന്ന് പറയുന്നത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ആശയങ്ങളൊക്കെ ഇന്ന് തൃണവൽക്കരിച്ചുകൊണ്ട് അദ്ദേഹം തന്നെ പറഞ്ഞു, ഈ ഒരു കണ്ണാടി പ്രതിഷ്ഠിച്ചിട്ട് പറഞ്ഞു നിന്റെ ദൈവം നീ തന്നെയാണ്, അല്ലെങ്കിൽ ഒരു കല്ല് പ്രതിഷ്ഠിച്ചിട്ട് പറഞ്ഞു ഈ കല്ലിലും ദൈവം ഉണ്ടെന്നുള്ള രീതിയിൽ ഇങ്ങനെ ആശയങ്ങൾ പ്രചരിപ്പിച്ചിരുന്നൊരു വ്യക്തിയെ ഇന്ന് പല സ്ഥലങ്ങളിലും അമ്പലങ്ങളിലാക്കി പുള്ളിയുടെ ഫ്രണ്ടിൽ ഒരു വിളക്കും വെച്ച് അവിടെ കുറേ പൂക്കലയും വെച്ച് അവിടെ വർഷാവർഷം ഉത്സവവും പുള്ളി ഒരു ദൈവമായിട്ട് എനിക്ക് തോന്നുന്നൊരു 10-50 കൊല്ലം കഴിയുമ്പോഴത്തേക്കും അല്ലെങ്കിൽ ഒരു 10-100 കൊല്ലം കഴിയുമ്പോഴത്തേക്കും പുള്ളി അത്ഭുത പ്രവർത്തികൾ കാണിച്ചിരുന്നൊരു ദൈവമായിട്ട് ചിലപ്പോൾ മാറിയേക്കാം. അപ്പം ഗുരുവിനെ എങ്ങനെയാണ് അങ്ങനെ ഒരു ബിംബാരാധന വേണ്ടെന്ന് പറഞ്ഞ ഒരാളെ ഒരു ബിംബമായി മാറ്റിയത്? നമ്മൾ ഇതിനകത്ത് ചില ചരിത്ര പ്രശ്നങ്ങളുണ്ട്, വസ്തുതാപരമായ ചില പ്രശ്നങ്ങളുണ്ട്. ഗുരു ബിംബാരാധന പാടില്ല എന്ന് പറഞ്ഞിട്ടില്ല. ഗുരു ബിംബം പ്രതിഷ്ഠിച്ച ആളാണല്ലോ. ഗുരു ശിവനെ പ്രതിഷ്ഠിച്ചു അരിയപ്പുറത്ത്. നടരാജ ഗുരു ആ രംഗം വർണ്ണിക്കുന്നുണ്ട്. പാവങ്ങളുടെ ദുഃഖത്തിൻ്റെ ശമനത്തിന് വേണ്ടിയാണ് നാരായണ ഗുരുസ്വാമികൾ അരിയപ്പുറത്ത് പ്രതിഷ്ഠ നടത്തിയത്. പിന്നീട് അവിടെ എഴുതി വെച്ചു, സോദരത്വേന വാഴുന്ന മാതൃകാസ്ഥാനമാണിത്. ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാസ്ഥാനമാണിത്. കേരളത്തിൽ അന്ന് വരെ ഉണ്ടായിരുന്ന ക്ഷേത്രത്തിൻ്റെ ഒരു ചരിത്രത്തിൽ സോദരത്വേന വാഴുന്ന എന്ന് പറയുന്ന സങ്കല്പം കേരളത്തിലെ ക്ഷേത്രങ്ങൾക്കില്ല. 5000 വർഷത്തെ ആർഷഭാരത സംസ്കാരത്തെപ്പറ്റി നമ്മൾ വാചാലരാകാറുണ്ടല്ലോ. കേരളത്തിൽ ഏത് ക്ഷേത്രമാണ് സാഹോദര്യം ഉയർത്തിപ്പിടിച്ചിട്ടുള്ളത്? അനന്തപത്മനാഭസ്വാമി ക്ഷേത്രം, ശബരിമല, ചോറ്റാനിക്കര. ശബരിമല ഒരു കാലത്ത് ബൗദ്ധ സങ്കേതമായിട്ടിരുന്ന കാലത്ത് അത്തരമൊരു സമത്വ സാഹോദര്യ സങ്കല്പം ഉണ്ടായിരുന്നിരിക്കാം, അതിന് സാധ്യതയുണ്ട്. പക്ഷേ ഇപ്പോൾ അത് ബ്രാഹ്മണ്യ അധിനിവേശം പൂർണ്ണമായതോടുകൂടി സമത്വ സാഹോദര്യ സങ്കല്പങ്ങൾ അവിടെ ഇല്ലാതായി. അപ്പോൾ നാരായണ ഗുരുസ്വാമികൾ ചെയ്തത് എന്താണെന്ന് ചോദിച്ചാൽ, അവർണ ജനസമുദായങ്ങൾ, പ്രത്യേകിച്ച് ഈഴവ സമുദായവും മറ്റും, അവർക്ക് ഒരു ദൈവസങ്കല്പം ഇല്ലാതിരുന്നൊരു കാലഘട്ടത്തിൽ, ദൈവസങ്കല്പം ഇല്ലാതിരുന്നു എന്ന് ഞാൻ പറയുന്നതിന് കാരണം ദൈവസങ്കല്പം അവർണ സമുദായങ്ങൾക്കുണ്ടായിരുന്നു, പക്ഷേ ഇല്ലായിരുന്നു എന്ന് ഞാൻ പറയുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, ഒരു ക്ഷേത്രം നിർമ്മിക്കാൻ സമ്മതിച്ചിരുന്നില്ല ആ ഒരു പ്രത്യേകിച്ച് ഈഴവ സമുദായത്തിന്. അല്ലാതെ ആറാട്ടുപുഴ വേലായുധ പണിക്കർ നാരായണ ഗുരുസ്വാമികൾക്ക് വളരെ മുമ്പ് തന്നെ ക്ഷേത്രപ്രതിഷ്ഠ നടത്തിയിട്ടുണ്ട്. ആ ചരിത്രം നമ്മൾ കാണാതെ പോകരുത്. പക്ഷേ ഒരു പുതിയ ജ്ഞാനാവബോധമാണ് അരിയപ്പുറം പ്രതിഷ്ഠയിലൂടെ നാരായണ ഗുരുസ്വാമികളുടെ നേതൃത്വത്തിൽ നടന്നത് എന്നുള്ളതാണ്. അതിലൂടെ ഒരു ജനസമുദായത്തിന് വലിയൊരു ആധ്യാത്മിക അവബോധം, വിമോചനാത്മകമായ ആധ്യാത്മിക അവബോധം സൃഷ്ടിക്കാൻ നാരായണ ഗുരുസ്വാമികൾക്ക് കഴിഞ്ഞു എന്നുള്ളതാണ്. പിന്നീട് സംഭവിച്ചെന്താണെന്ന് ചോദിച്ചാൽ, ക്ഷേത്രങ്ങൾ ജാതി വ്യത്യാസത്തെ അധികമാക്കുന്നു എന്നൊക്കെ തന്നെ നാരായണ ഗുരുസ്വാമികൾ പറയുകയും ശ്രീകോവിലുകൾ വവ്വാലിൻ്റെ നാറ്റമുള്ള ഇടങ്ങളാണെന്നും അത് കൂടുതൽ പരിഷ്കരിച്ച് വായനശാലകളൊക്കെ ആകുകയാണ് വേണ്ടതെന്നൊക്കെ നാരായണ ഗുരുസ്വാമികൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അതിനുശേഷം ഗുരു പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. അതിനുശേഷം ക്ഷേത്രം വേണ്ടെന്നൊന്നും പറഞ്ഞിട്ടില്ല. ജനങ്ങളുടെ ആവശ്യം തിരിച്ചറിഞ്ഞുകൊണ്ട് ബ്രാഹ്മണിസത്തിൽ നിന്ന് ജനങ്ങളെ മോചിപ്പിക്കുന്ന രീതിയിലുള്ള ക്ഷേത്ര സങ്കല്പങ്ങളെ ഗുരു നിർമ്മിച്ചെടുത്തു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട അടിസ്ഥാനപരമായ കാര്യം. നാരായണ ഗുരുസ്വാമികൾ അരിയപ്പുറത്ത് ക്ഷേത്രപ്രതിഷ്ഠ നടത്തിയ ചന്ദ്രസമുച്ചയം അനുസരിച്ചല്ല, ക്ഷേത്രസമുച്ചയം അനുസരിച്ചല്ല, ഏതെങ്കിലും മന്ത്രവാദ വിധികളോ തന്ത്രവിധികളോ നാരായണ ഗുരുസ്വാമികൾ പിൻപറ്റിയിരുന്നില്ല. അരിയപ്പുറത്ത് പ്രതിഷ്ഠ നടത്തിയതിനു ശേഷം അവിടെ ഒരു പുലയ സമുദായത്തിൽപ്പെട്ട ഒരാളെയാണ് ഗുരുസ്വാമികൾ പൂജാരിയാക്കി നിയമിച്ചത്.
പിന്നീട് തലശ്ശേരി ജഗന്നാഥ ക്ഷേത്രത്തിൽ പുലയ സമുദായത്തിൽപ്പെട്ട ആളുകളെ പ്രവേശിപ്പിക്കാതിരുന്ന ഘട്ടത്തിൽ ഗുരുസ്വാമികൾ ഇടപെടുകയും പുലയ സമുദായത്തിൽപ്പെട്ട ആളുകൾ ഉൾപ്പെടെ പിന്നീട് അവിടെ ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കുന്ന ഒരു സാഹചര്യം ഗുരു സൃഷ്ടിക്കുകയും ചെയ്തു. നിങ്ങളെ ചവിട്ടുന്നവരെ നിങ്ങൾ ചവിട്ടുന്നത് ശരിയാണോ? ബ്രാഹ്മണരാൽ നിങ്ങൾ ചവിട്ടപ്പെടുന്നു, നിങ്ങളപ്പോൾ മറ്റുള്ളവരെയും ചവിട്ടിയാൽ ശരിയാണോ, ചവിട്ടുന്നത് ശരിയാണോ എന്ന് ബ്രാഹ്മണ്യത്തിൻ്റെ ശ്രേണീകരണത്തെ സംബന്ധിച്ച് വളരെ കൃത്യമായ അവബോധത്തോടെ തലശ്ശേരിയിലെ തീയരോട് നാരായണ ഗുരുസ്വാമികൾ ചോദ്യം ഉന്നയിക്കുന്നുണ്ട്. മറ്റൊരിക്കൽ കൊല്ലത്തിനടുത്ത് തിരുവനന്തപുരത്ത് ഒരു ക്ഷേത്രത്തിൽ പ്രതിഷ്ഠ കഴിച്ചതിന് ശേഷം ക്ഷേത്ര കമ്മിറ്റിക്കാർ നാരായണ ഗുരുവിനോട് ചോദിച്ചു, നാളെ മുതൽ ഒരു പോറ്റിയെ പൂജാരിയാക്കിയാലോ സ്വാമി? ഗുരുസ്വാമികൾ പറഞ്ഞു മറുപടി, പോറ്റി വന്നാൽ പോയതെല്ലാം തിരിച്ചു വരും. പോറ്റി വന്നാൽ പോയതെല്ലാം തിരിച്ചു വരും. കാരണം ബ്രാഹ്മണിസം പ്രവേശിക്കുന്നതോടുകൂടി ബ്രാഹ്മണിസത്തിനെതിരായ പോരാട്ടത്തെ നിഷ്പ്രഭമാക്കി മാറ്റുക എന്നുള്ളതാണ്. ഇതാണ് ഗുരുവിൻ്റെ കാര്യത്തിൽ സംഭവിച്ചത്. ഗുരു യഥാർത്ഥത്തിൽ അദ്ദേഹത്തിൻ്റെ ക്ഷേത്ര പ്രതിഷ്ഠകൾ, അദ്ദേഹം എഴുതിയ സ്തോത്രകാവ്യങ്ങളെല്ലാം ബ്രാഹ്മണിസത്തിനെതിരായിരുന്നു. ഇപ്പം ജനനി നവരത്ന മഞ്ജരിയിൽ ഗുരു പറയുന്നത് എല്ലാം ഉള്ളത് തന്നെ, ഈ ലോകമുള്ളത് തന്നെ. ബ്രഹ്മസത്യം ജഗൻ മിഥ്യ എന്നാണ് ശങ്കരാചാര്യർ പറഞ്ഞത്. ഈ ലോകം ഒരു മിഥ്യയാണ്, ബ്രഹ്മം മാത്രമാണ് സത്യം. ബ്രഹ്മം മാത്രമാണ് സത്യം എന്ന് പറഞ്ഞിട്ട് ഈ ലോകത്ത് ദളിത് സമൂഹം, ആദിവാസി സമൂഹം, അവർണ ജനത അനുഭവിക്കുന്ന ദുഃഖങ്ങൾക്ക് നേരെ കണ്ണടക്കിയാണ് ശങ്കരാചാര്യർ ചെയ്തത്. കണ്ണടച്ചിരുന്നു കഴിഞ്ഞാൽ പിന്നെ ഈ ലോകത്ത് നടക്കുന്ന പ്രശ്നങ്ങൾ ഇടപെടണ്ടല്ലോ. ഗുരു അങ്ങനല്ല ചെയ്തത്. ഗുരു ലോകത്ത് നടക്കുന്ന പ്രശ്നങ്ങളിൽ ഇടപെട്ടു. സാമൂഹ്യ നീതിയുടെ അടിസ്ഥാനത്തിലൊരു സാമൂഹ്യ മാറ്റം ഉണ്ടാകുന്ന രീതിയിൽ സമൂഹത്തിൻ്റെ വികാസ പ്രക്രിയയിൽ ഗുരു ഇടപെട്ടു. അങ്ങനെയാണ് സോദരത്വേനമായിരുന്ന മാതൃകാ സ്ഥാനം ഗുരു സൃഷ്ടിക്കുന്നത്. വ്യവസായം കൊണ്ട് അഭിവൃദ്ധി നേടാൻ ഗുരു കൽപ്പിച്ചു, വിദ്യ കൊണ്ട് പ്രബുദ്ധരാകാൻ ഗുരു കൽപ്പിച്ചു. ഇതെല്ലാം തന്നെ ഒരു പുതിയ നവസാമൂഹ്യ ക്രമത്തിൻ്റെ ഭാഗമായിട്ട് ഗുരു പറയുന്ന കാര്യങ്ങളാണ്. പക്ഷേ അതുപോലെ തന്നെ അതുവരെ അജ്ഞാതമായിരുന്ന, അതുവരെയുള്ള ദൈവസങ്കല്പങ്ങളെ ദൈവത്തെ തൊടാൻ കഴിയില്ലായിരുന്നു. ബ്രാഹ്മണ്യത്തിൻ്റെ അമ്മൂമ്മ കഥകളിലുള്ള ദൈവങ്ങളെ ആർക്കും തൊടാൻ കഴിയുമായിരുന്നില്ല. പക്ഷേ ഗുരു ദൈവദശകം എഴുതിയപ്പോൾ ആ ദൈവദശകത്തിൽ എല്ലാവരും തൊടുന്നൊരു ദൈവത്തെ അവതരിപ്പിച്ചു. ദൈവമേ കാത്തുകൊള്ളുകങ്ങ് കൈവിടാതിന്ന് ഞങ്ങളുടെ കയ്യിൽ നിന്ന് വിടാത്ത ഒരു ദൈവത്തെ ഗുരു നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചു എന്നുള്ളതാണ്. അതുവരെയുള്ള ദൈവങ്ങളെ തൊടാൻ കഴിയുമായിരുന്നില്ല. പക്ഷേ നാരായണ ഗുരുസ്വാമികൾ ദൈവസങ്കല്പം എല്ലാവരും തൊടുന്ന ദൈവമാണ്. നീ ഇരപ്പാളി എന്ന് ഷൺമുഖസ്തവത്തിൽ ഷൺമുഖനെ അഭിസംബോധന ചെയ്യുന്നുണ്ട്. നിൻ്റെ അച്ഛനൊരു ഇരപ്പാളിയാണെന്ന് തന്നെ പറയുന്നുണ്ട് നാരായണ ഗുരു. അത്തരം വാക്കുകൾ ഇന്ന് ഉപയോഗിക്കാൻ മറ്റാർക്കും കഴിയില്ല. ആ രീതിയിൽ എന്താ പറയേണ്ടത്, ഒരു അപനിർമ്മാണം, ദൈവസങ്കല്പങ്ങളിൽ തന്നെ ഒരു അപനിർമ്മാണം നടത്തിയ ആളാണ് നാരായണ ഗുരു. ആ ഗുരുവിനെ എങ്ങനെയാണ് പിൽക്കാലത്ത് ബ്രാഹ്മണവൽക്കരിക്കാനുള്ള ശ്രമം നടത്തുന്നതാണ് നമ്മുടെ ഇവിടെ ഈ ചോദ്യത്തിൻ്റെ കാതൽ എന്ന് പറയുന്നത്. നാരായണ ഗുരുസ്വാമികളെ സംബന്ധിച്ച് പിൽക്കാലത്ത് ഒരു അഷ്ടോത്തര ശതനാമാവലി ഉണ്ടാകുന്നുണ്ട്. ചൈതന്യസ്വാമികൾ എഴുതിയതാണ്. ആ അഷ്ടോത്തര ശതനാമാവലി ഗുരുവിനെ പുകഴ്ത്തുന്നത്, ഇപ്പോൾ പല ദൈവങ്ങളെയും പുകഴ്ത്താറുണ്ടല്ലോ. ഇപ്പോൾ ഗണപതിയെപ്പറ്റി പറയും, ഓം ഗണേശായ നമ, ഗണനായകായ നമ, വരസിദ്ധി വിനായകായ നമ എന്നൊക്കെ കാണാം. ഇപ്പോൾ ലളിതാ സഹസ്രനാമം നോക്കിയാൽ അറിയാം, വിപ്രപ്രിയ, വിപ്രരൂപ, വിശ്വഭ്രമണകാരിണി, വിശ്വഗ്രാസ, വിദ്രുമാഭ, വൈഷ്ണവി, വിഷ്ണുരൂപിണി. ഇതിനകത്ത് ദേവിയെ പുകഴ്ത്തുന്നത് എങ്ങനെയാണ്? വിപ്രപ്രിയ. എന്താണ് വിപ്രൻ എന്ന് പറഞ്ഞാൽ? ബ്രാഹ്മണനോട് പ്രിയമുള്ളവൾ. നോക്കൂ, ദളിതപ്രിയ എന്നൊരു വരിയുണ്ട് ലളിതാ സഹസ്രനാമത്തിൽ. എന്തുകൊണ്ടാണ് ഈ ലളിതാ സഹസ്രനാമത്തിൽ ത്രിപുരസുന്ദരി ബ്രാഹ്മണരോട് മാത്രം ഇത്ര ഇഷ്ടമുള്ളവൾ? അപ്പോൾ ഈ സഹസ്രനാമങ്ങളുടെ എല്ലാം ഒരു പൊതുവായ ആഖ്യാന ശൈലി എന്ന് പറഞ്ഞാൽ ഈ ബ്രാഹ്മണ പക്ഷപാതിയായിട്ടുള്ള ദൈവസങ്കല്പങ്ങളാണ് അതിലെല്ലാം നമ്മൾ കാണുന്നത്. ഇങ്ങനെ പിൽക്കാലത്ത് ഗുരുവിനെ എന്ത് ചെയ്യുകയാണ്? ഗുരു തന്നെ നിരസിച്ച ബ്രാഹ്മണ സങ്കല്പത്തിലേക്ക് ഗുരുവിനെ കൊണ്ടുവന്ന് കെട്ടുന്ന ഒരു സ്വഭാവ സവിശേഷത ഉണ്ടായി വരുന്നുണ്ട്. അതാണ് ചൈതന്യസ്വാമികളുടെ അഷ്ടോത്തര ശതനാമാവലിയിൽ ഗുരുവിനെ അവതരിപ്പിക്കുന്നത്. ശ്രുതിസിദ്ധ ബ്രാഹ്മണായ നമ എന്നാണ് ഗുരുവിനെ പറ്റി പറയുന്നത്. ശ്രുതിസിദ്ധ ബ്രാഹ്മണായ നമ, ശ്രുതി സിദ്ധിച്ച ബ്രാഹ്മണൻ. നോക്കൂ, സഹോദരൻ അയ്യപ്പൻ ക്ഷേത്രപ്രവേശന വിളംബരം വന്നതിന് ശേഷം ആലപ്പുഴയിൽ കൂടിയ യോഗത്തിൽ നാരായണ ഗുരുസ്വാമികളെപ്പറ്റി സഹോദരൻ അയ്യപ്പൻ പറയുന്നത്, ധർമ്മത്തെ വ്യാഖ്യാനിക്കാൻ നാരായണ ഗുരുസ്വാമികൾക്ക് വേദം നോക്കേണ്ടി വന്നിട്ടില്ല, അദ്ദേഹം വേദത്തെ ആശ്രയിച്ചിട്ടില്ല. ഇങ്ങനെ നാരായണ ഗുരുവിനെ വളരെ ആഴത്തിൽ മനസ്സിലാക്കി സഹോദരൻ അയ്യപ്പൻ പ്രസ്താവന നടത്തിയിട്ടുണ്ട്. ആ ഗുരുവിനെ പറ്റിയാണ് ചൈതന്യസ്വാമികൾ പറഞ്ഞത്, ശ്രുതിസിദ്ധ ബ്രാഹ്മണായ നമ. ശ്രുതി എന്ന് പറഞ്ഞാൽ വേദം സിദ്ധിച്ച ബ്രാഹ്മണനാണ് ഗുരു. ന ബ്രാഹ്മണാദരസ്യയോ എന്ന് പറഞ്ഞ ഗുരുവിനെയാണ് ഇവരെന്ത് ചെയ്യുന്നത്? ശ്രുതിസിദ്ധ ബ്രാഹ്മണനാക്കുന്നത്. ഇന്നിപ്പോൾ പല ഗുരുമന്ദിരങ്ങൾ ഗുരുക്ഷേത്രങ്ങളായി മാറി, കലശമായി, ആറാട്ടായി, തിരുവാഭരണം ചാർത്തൽ വരെയുള്ള സ്ഥലങ്ങൾ ഇന്നിപ്പോൾ ഉണ്ട്. അപ്പോൾ ഈ രീതിയിൽ ഇത് അടിസ്ഥാനപരമായി നമ്മൾ മനസ്സിലാക്കേണ്ട പ്രശ്നം പൂജ ചെയ്യുന്നതിലോ ആരാധിക്കുന്നതിലോ അല്ല പ്രശ്നം.
ഇത് കേരളത്തിലെ മതപരിവർത്തന സംവാദങ്ങളുടെ ഘട്ടത്തിൽ KR അച്യുതൻ എന്ന് പറയുന്ന ആൾ പറയുന്നൊരു കാര്യം, തിയറി വേണ്ടത് ബ്രാഹ്മണരുടെ ആചാരാനുഷ്ഠാനങ്ങൾ പകർത്തുന്ന പരിപാടിയിൽ നിന്നും അനുകരിക്കുന്ന പരിപാടിയിൽ നിന്നും തീയർ വിട്ടു നിൽക്കണം. അതിനു പകരം ഉത്സവ നാളുകളിൽ മറ്റു പല പരിപാടികളും നടത്തുകയാണ് വേണ്ടത്. വിദ്യാഭ്യാസ പ്രദർശനങ്ങൾ, സെമിനാറുകൾ, മത്സരക്കളികൾ ഇതൊക്കെയാണ് നടത്തേണ്ടത് എന്ന് KR അച്യുതൻ പറയുന്നുണ്ട്. അപ്പം വേണ്ടതെന്താണ്? പ്രതിഷ്ഠയോ ആരാധനയോ വേണ്ടെന്നല്ല പറയുന്നത്. പ്രതിഷ്ഠയും ആരാധനയൊക്കെ നടന്നോട്ടെ, പക്ഷേ അതൊരു ബ്രാഹ്മണാനുകരണമാകാൻ പാടില്ല. തന്ത്രസമുച്ചയത്തിൽ പറയുന്ന വിധികൾ കൊണ്ടാണോ നാരായണ ഗുരുവിനെ പൂജിക്കേണ്ടത്? ഒരിക്കലും ഇല്ല. അപ്പം നാരായണ ഗുരുവിനെ പൂണൂലിടാനുള്ള ശ്രമം ഇന്ന് വളരെ ശക്തമായിട്ട് നടന്നു വരുന്നു. ഇപ്പം അവതാരമായി എന്ന് പറയുന്നൊരു പാട്ട് പാവുമ്പ രാധാകൃഷ്ണൻ്റെ പാട്ടാണ്. ഭാഗവത സപ്താഹ യജ്ഞവേദികളിൽ വളരെ പ്രസിദ്ധിയായിട്ട് ഉയർന്നു വന്നൊരു പാട്ടാണ് അവതാരമായി എന്നുള്ള പാട്ട്. ഈ പാട്ടിൻ്റെ പാരഡിയായിട്ട് മറ്റൊരു പാട്ടുണ്ടായി വന്നിട്ടുണ്ട്. അത് അവതാരമായി നാരായണ ഗുരു അവതാരമായി. നോക്കൂ, കേരളത്തിലെ ഏറ്റവും ഒരു നവയുഗ സൃഷ്ടാവാണ് നാരായണ ഗുരുസ്വാമികൾ എന്ന് പറയുന്നത്. ഒരു പുതിയ യുഗത്തിന് സൃഷ്ടി ചെയ്തു. പുതിയൊരു യുഗ സംക്രമണത്തിൻ്റെ പ്രതീകമായി നാരായണ ഗുരുസ്വാമി നിൽക്കുക. കേരളത്തെ നവോത്ഥാന കേരളമാക്കി നവകേരളമാക്കി മാറ്റിയതിന് അടിസ്ഥാന ശിലപാകിയത് നാരായണ ഗുരുവാണ്. ആ നാരായണ ഗുരുവിനെ അവതാരമാക്കുക. ആരുടെ? വിഷ്ണുവിൻ്റെ അവതാരം. ഇങ്ങനെ ബുദ്ധനെ വിഷ്ണുവിൻ്റെ അവതാരമാക്കി സ്വാംശീകരിച്ചു ബ്രാഹ്മണ്യം. അതുപോലെ ബ്രാഹ്മണ്യത്തിനെതിരായി പോരാടിയ, നിശിത വിമർശനം ഉന്നയിച്ച, ചാതുർവർണ്ണ്യം തെറ്റാണെന്ന് പറഞ്ഞ, ചാതുർവർണ്ണ്യത്തെ പരിഹസിച്ച നാരായണ ഗുരുവിനെ തന്നെ വിഷ്ണുവിൻ്റെ അവതാരമാക്കാൻ നോക്കുന്നു. അതിൻ്റെ ഭാഗമായി ഗുരുക്ഷേത്രങ്ങളിൽ പൊങ്കാലവറ നടക്കുന്ന സ്ഥിതിവിശേഷത്തിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുക. ഗുരുഭാഗവതം ഉണ്ടിപ്പം, ഗുരുഭാഗവതം. എന്നിട്ട് ഗുരുവിൻ്റെ ജീവിതകാലത്തെ ഒരു അവതാരമായിട്ട് വർണ്ണിക്കുന്ന അവസ്ഥാവിശേഷം ഉണ്ടാകുക. ഇതൊക്കെ ഇപ്പോൾ വളരെ ശക്തമായിട്ട് കേരളത്തിൽ നടമാടിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ കേരളത്തിൽ തന്നെ കോടുകുളഞ്ഞി, എൻ്റെ ചെറുപ്പകാലത്തുള്ളൊരു ഓർമ്മയാണ്. വളരെ ചെറുപ്പകാലത്ത് കോടുകുളഞ്ഞി എന്ന് പറയുന്ന സ്ഥലത്ത്, ആലപ്പുഴ ജില്ലയിലാണ് കോടുകുളം, ചെങ്ങന്നൂരിനടുത്ത്. അപ്പോൾ അവിടുത്തെ ബിംബത്തിൽ നിന്നും, നാരായണ ഗുരുവിൻ്റെ ബിംബത്തിൽ നിന്നും വിയർപ്പൊഴുകി, വിളക്ക് തന്നെ കത്തി. അതിനുശേഷം അവിടെ വലിയ ദിവ്യ പ്രബോധനവും ധ്യാനവും ഒക്കെ നടന്നു. അപ്പം വലിയ പ്രബുദ്ധ സമുദായമാണെന്നാണ് പറഞ്ഞത്. കേരളത്തിലുള്ളവരിലെ വലിയ പ്രബുദ്ധരും അതുപോലെ തന്നെ വിദ്യാഭ്യാസം കൊണ്ട് തന്നെ ഭയങ്കര സാക്ഷരരാണെന്നാണ് പറഞ്ഞത്. പക്ഷേ വിളക്ക് കത്തി, വിയർപ്പ് പൊടിഞ്ഞു, രോമം കിളിർത്തു. നാരായണ ഗുരുവിൻ്റെ പ്രതിമയിൽ നിന്ന് രോമം കിളിർത്തു എന്നൊക്കെയുള്ള പ്രചാരണം നടത്തിക്കൊണ്ട് വലിയ ദിവ്യ പ്രബോധനവും ധ്യാനവും ഒക്കെ ചില ഹിന്ദുത്വ സന്യാസിമാരുടെ നേതൃത്വത്തിൽ കേരളത്തിൽ അരങ്ങേറുകയുണ്ടായി. ഇതൊക്കെ തന്നെ അടിസ്ഥാനപരമായി എന്താണ് ചെയ്യുന്നത്? നാരായണ ഗുരുസ്വാമികളുടെ ദർശനങ്ങളെ, ജീവിതത്തെ, ചിന്തകളെയൊക്കെ തന്നെ വഴിതിരിച്ചു വിടുക. എങ്ങോട്ട്? ചാണകക്കുഴിയിലേക്ക്. ആ ഒരു പ്രക്രിയ തുടരുന്നുണ്ട്. അതുകൊണ്ട് നാരായണ ഗുരുസ്വാമികളെ നമ്മൾ സാധാരണക്കാരൊക്കെ എല്ലാവർക്കും നാരായണ ഗുരുവിനെ വായിക്കാം. അതിന് സംസ്കൃതം പഠിക്കണമെന്നൊന്നുമില്ല. അതൊക്കെ ചില ദുഷ്ട ചിന്തകളുള്ളവർ പങ്കുവെക്കുന്ന കാര്യം, യാഥാസ്ഥിതികർ പങ്കുവെക്കുന്ന കാര്യമാണ്. അപ്പം നാരായണ ഗുരുവിൻ്റെ സംഭാഷണങ്ങളൊക്കെ തന്നെ വളരെ കൃത്യമായിട്ട് പ്രസിദ്ധീകരിച്ച് വന്നിട്ടുണ്ട്. എല്ലാ സാധാരണക്കാരും ഗുരു സംസാരിച്ചത് ആരോടാണ്? എലൈറ്റിനോടല്ല, എലൈറ്റ് സമൂഹത്തോടല്ല ഗുരു സംസാരിച്ചത് സാധാരണക്കാരോടാണ്. സാധാരണക്കാർക്ക് വേണ്ടിയാണ് നാരായണ ഗുരുസ്വാമി പ്രവർത്തിച്ചത്. നാരായണ ഗുരു പ്രവർത്തിച്ചത് സാധാരണക്കാരുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടിയാണ്. നാരായണ ഗുരുസ്വാമി പ്രവർത്തിച്ചത് സാധാരണക്കാരുടെ വിമോചനത്തിന് വേണ്ടിയാണ്. നാരായണ ഗുരുസ്വാമികൾ ജീവിച്ചത് സാധാരണ ജനങ്ങളുടെ, ദുഃഖമനുഭവിക്കുന്ന പാവപ്പെട്ടവരുടെ വിമോചനത്തിന് വേണ്ടിയാണ്. അതുകൊണ്ട് നാരായണ ഗുരുവിനെ വായിക്കാനുള്ള ഏറ്റവും വലിയ അവകാശം എന്നുള്ളത് പാവപ്പെട്ടവർക്കും അധസ്ഥിത ജനവിഭാഗങ്ങൾക്കുമാണ്. അതുകൊണ്ട് ഒറിജിനലായിട്ട് നമ്മൾ ഗുരുവിനെ വായിക്കുകയും ഇങ്ങനെ ബ്രാഹ്മണ്യം ഗുരുവിനെ സ്വാംശീകരിക്കുന്ന ഒരു ഘട്ടത്തിൽ ഹ്രമ്യത്തിൻ്റെ അടയാഭരണങ്ങളില്ലാത്തൊരു ഗുരു ഉണ്ട് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ആ ഗുരുവിനെ വീണ്ടെടുക്കുന്ന പരിപാടിയിലാണ് നമ്മൾ ഏർപ്പെടേണ്ടത് എന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് തോന്നുന്നു ഈ ദളിത് വിഭാഗത്തിൽപ്പെടുന്ന അല്ലെങ്കിൽ ആദിവാസി പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെടുന്ന ആൾക്കാർ സാമ്പത്തികമായിട്ടോ അല്ലെങ്കിൽ വിദ്യാഭ്യാസത്തിലോ മുമ്പോട്ട് വരുമ്പോഴത്തേക്കും ഈ സവർണരെന്ന് സ്വന്തം വിളിക്കുന്ന ആൾക്കാർ ഒരു പ്രശ്നം ഉണ്ടാവാറുണ്ട്. അപ്പം അതിൻ്റെ ഒരു ഇര കൂടിയാണ് ഡോക്ടർ എന്ന് പറയുന്നത്. അപ്പം ഇത് തമിഴ്നാട്ടിലുണ്ടായ ഒരു സംഭവത്തെ പറ്റിയാണ് ഞാൻ സംസാരിക്കുന്നത്. ഡോക്ടർ അവിടെ പ്രസംഗിക്കാൻ പോയ സമയത്ത് അവിടെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. അതൊന്ന് വിവരിക്കാമോ? ഞാൻ CPM-ൻ്റെ സെമിനാറിനാണ് ഈ കന്യാകുമാരി ജില്ലയിൽ കുഴുത്തുറക്കടുത്ത് അരുമന എന്ന് പറയുന്ന സ്ഥലത്ത് സെമിനാറിൽ പങ്കെടുക്കുന്നത്. CPM-ൻ്റെ
മധുര പാർട്ടി കോൺഗ്രസിനോടനുബന്ധിച്ച് നടത്തിയ സെമിനാറാണ്. സനാതന ധർമ്മത്തെ സംബന്ധിച്ചാണ് അവിടെ സംസാരിച്ചത്. അപ്പോൾ അവിടെ സംസാരിച്ച രണ്ട് പ്രശ്നങ്ങൾ, പ്രധാനപ്പെട്ട രണ്ട് പോയിന്റുകൾ എന്ന് പറയുന്നത് ഇന്ത്യയിലെ ദളിത് സമുദായത്തിന്, അവർണ ജനവിഭാഗങ്ങൾക്ക് വിദ്യാഭ്യാസം തന്നത് സരസ്വതി അല്ല എന്നുള്ളതാണ്. സരസ്വതിയുടെ കയ്യിൽ വേദങ്ങളൊക്കെ ഉണ്ടായിരിക്കാം, പക്ഷെ ആ സരസ്വതിയുടെ കയ്യിൽ നമ്മൾ ചിത്രത്തിൽ കാണുന്ന സരസ്വതി ഉണ്ടല്ലോ, ആ വേദത്തിൽ പറയുന്നത് വേദം കേൾക്കുന്ന ശൂദ്രൻ്റെ ചെവിയിൽ ഈയ ഒരുക്കി ഒഴിക്കണമെന്ന്. അധഹാസ്യ വേദ ഉപസൃണത സ്ത്രഭുജതുഭ്യാം ശ്രോത്രപ്രതിപൂരണം ധാരണേ ശരീരഭേദ ഉച്ചാരണേ ജിഹ്വാച്ഛേദ. വേദം കേൾക്കുന്ന ശൂദ്രൻ്റെ ചെവിയിൽ ഈയ ഒരുക്കി ഒഴിക്കണമെന്നും വേദം മനസ്സിലാക്കിയാൽ ധാരണേ ശരീരഭേദ, ധരിച്ചാൽ വേദം മനസ്സിലാക്കിയാൽ ശരീരം വെട്ടിപ്പിളർക്കണം, അതുപോലെ വേദം ഉച്ചരിച്ചാലോ ജിഹ്വാച്ഛേദ, നാവ് വെട്ടിപ്പിളർക്കണം എന്ന് ഗൗതമധർമ്മ സൂത്രത്തിൽ പറയുന്നുണ്ട്. അപ്പം ഞാനവിടെ ഉന്നയിച്ച പ്രധാനപ്പെട്ട പ്രശ്നം രണ്ട് പ്രശ്നങ്ങളാണ്. അതിലൊന്ന്, നമുക്ക് വിദ്യാഭ്യാസം തന്നത് ഈ രാമനോ കൃഷ്ണനോ സരസ്വതിയോ ഒന്നുമല്ല. അത് മഹാത്മാ ഫൂലെയുടെ, മഹാത്മാ അയ്യങ്കാളിയുടെ, നാരായണ ഗുരുസ്വാമികളുടെ, ഡോക്ടർ ബി ആർ അംബേദ്കറുടെ നേതൃത്വത്തിൽ നടന്ന മഹത്തായ നവോത്ഥാന പോരാട്ടങ്ങളിൽ നിന്നാണ് ഇന്ത്യയിലെ അടിത്തട്ട് ജനവിഭാഗം, അധ്വാന വർഗം ഒരു പുതിയ വിമോചന പാത കണ്ടെടുത്തത്. അത് അത്തരമൊരു സ്വാതന്ത്ര്യം രാമനോ കൃഷ്ണനോ നമ്മുടെ കയ്യിൽ സുഖമായി വെച്ച് തന്നല്ല, പോരാടി നേടിയതാണ് എന്നുള്ളതാണ് പറഞ്ഞ ഒരു പോയിന്റ്. രണ്ടാമത്തെ പോയിന്റ് ഞാൻ സൂചിപ്പിച്ചത്, കേരളത്തിൽ തന്നെ രചിക്കപ്പെട്ട, പ്രത്യേകിച്ച് തിരുവിതാംകൂറിൽ രചിക്കപ്പെട്ട വ്യവഹാരമാല എന്ന് പറയുന്നൊരു ഗ്രന്ഥം. ആ വ്യവഹാരമാലയിൽ പറയുന്നത്, ഒരവർണ പുരുഷൻ ഒരു സവർണ സ്ത്രീയുമായി ലൈംഗിക ബന്ധത്തിലേർപ്പെട്ടാൽ, അങ്ങനെ അത് സവർണ പുരുഷൻ അറിഞ്ഞാൽ ഈ സവർണ സ്ത്രീയുടെ യോനി പട്ടിയെ വിട്ട് കടിപ്പിക്കണമെന്ന് വ്യവഹാരമാലയിൽ എഴുതിയിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ജാതി മാറിയുള്ള വിവാഹം പാടില്ല, ജാതി മാറിയുള്ള ഒരു ബന്ധവും പാടില്ല. നമുക്ക് യോനി പട്ടിയെ വിട്ട് കടിപ്പിക്കണമെന്ന് ഒരു പുസ്തകത്തിൽ എഴുതി വെക്കാന്ന് വെച്ചാൽ ആ പുസ്തകം എഴുതിയ മനുഷ്യൻ എത്ര ക്രൂരനായിരിക്കണമെന്ന് ആലോചിച്ച്. അതുകൊണ്ടാണ് സഹോദരൻ അയ്യപ്പൻ ഒരിക്കൽ പറഞ്ഞു, ഞങ്ങളുടെ മനുവിനെ അപേക്ഷിച്ച് നിങ്ങളുടെ ഹിറ്റ്ലർ എത്രയോ പാവമാണ്. അത്രമാത്രം ക്രൂരതയാണ് കേരളത്തിലും ഇന്ത്യയിലും എഴുതപ്പെട്ട സ്മൃതി ഗ്രന്ഥങ്ങളുള്ളത്. അതിഭീകരമായ ക്രൂരതയാണ്. ഈ വ്യവഹാരമാലയാണ് പിൽക്കാലത്ത് തിരുവിതാംകൂറിൻ്റെ ഭരണഘടനയാക്കാൻ പാർവതീഭായി ആലോചിച്ചിരുന്നു എന്ന് ഉള്ളൂർ എസ് പരമേശ്വരയ്യർ പറയുന്നുണ്ട്. തിരുവിതാംകൂറിൻ്റെ ഭരണഘടനയാക്കാൻ വെച്ചിരുന്ന പുസ്തകമാണ് വ്യവഹാരമാല. അതിലാണ് പറയുന്നത്, ഒരു സവർണ സ്ത്രീ അവർണ പുരുഷനുമായിട്ട് ബന്ധത്തിലേർപ്പെട്ടാൽ അവർ തമ്മിൽ എന്തെങ്കിലും ഒരു വിവാഹമോ ബന്ധങ്ങളോ ഉണ്ടായാൽ അവരുടെ ഒരു പട്ടിയെ വിട്ട് അവരുടെ യോനി കടിപ്പിക്കണമെന്ന് പറയുന്നത്. അതിനെപ്പറ്റി പ്രചരിപ്പിച്ചത് ഡോക്ടർ ശ്യാംകുമാർ ഹിന്ദു സ്ത്രീകളെ അപമാനിച്ചു. അപ്പോൾ അതിൽ ഹിന്ദു സ്ത്രീകൾ ആരാ? ഞാൻ സവർണ സ്ത്രീകളെ പറ്റിയാണല്ലോ പറഞ്ഞത്. അപ്പോൾ ഹിന്ദു സ്ത്രീ എന്ന് പറയുന്നത് സവർണ സ്ത്രീ എന്നാണ് മാത്രമാണ് അർത്ഥം അല്ല. അപ്പം അങ്ങനെയാണെന്ന് അവർ പറയുന്നു. അപ്പം സമൂഹത്തിലുണ്ടായിരുന്ന യാഥാർത്ഥ്യങ്ങളെ തുറന്നു കാട്ടുമ്പോൾ അതിനെതിരെ ഇവർ വിരളി പിടിച്ചുകൊണ്ട് നമുക്കെതിരെ പാഞ്ഞെടുക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാകുന്നത്. സഹോദരൻ അയ്യപ്പൻ ഗാന്ധിയുടെ മുഖത്ത് നോക്കി പറഞ്ഞു, യു ആർ ശ്രീകൃഷ്ണ വാസ് എ റെഗുലർ മർഡറർ. നിങ്ങളുടെ കൃഷ്ണൻ ഒരു പരമ്പര കൊലയാളിയല്ലായിരുന്നോ എന്നാണ് സഹോദരൻ അയ്യപ്പൻ ഗാന്ധിയുടെ മുഖത്ത് നോക്കി ചോദിച്ചു. ഈ കാര്യമാണ് ഞാൻ അവിടെ ഉദ്ധരിച്ചത്. അപ്പോൾ പറഞ്ഞു, ഭഗവാൻ കൃഷ്ണനെ അപമാനിച്ചു, രാമനെ അപമാനിച്ചു. ഞാൻ സഹോദരൻ അയ്യപ്പനെ ഉദ്ധരിക്കുക മാത്രമായി ചെയ്തത്. രാമൻ നീചനായ മനുഷ്യനാണെന്ന് പറഞ്ഞ ഡോക്ടർ ബി ആർ അംബേദ്കറാണ്. റിഡിൽസ് ഓഫ് രാമ ആൻഡ് കൃഷ്ണ പുസ്തകം അവൈലബിൾ ആണല്ലോ, അതെടുത്ത് വായിച്ചു നോക്കണം. സീതയെ ചതിച്ച വഞ്ചകനായ ഒരാളാണ് രാമനെന്ന് റിഡിൽസ് ഓഫ് രാമ ആൻഡ് കൃഷ്ണ എന്ന് പറയുന്ന പുസ്തകത്തിൽ ഡോക്ടർ ബി ആർ അംബേദ്കർ പറയുന്നുണ്ട്. വേദങ്ങളും ശാസ്ത്രങ്ങളും ഡൈനാമിറ്റ് വെച്ച് തകർക്കണമെന്നാണ് ഡോക്ടർ അംബേദ്കർ പറഞ്ഞത്. അപ്പം ഞാനത് അർത്ഥത്തിൽ ചെയ്യുന്ന ഡോക്ടർ ബി ആർ അംബേദ്കറേയും നാരായണ ഗുരുവിനെയും സഹോദരൻ അയ്യപ്പനെയും പിന്തുടരുക മാത്രമാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ പിന്തുടരുന്നതിലുള്ള അസഹിഷ്ണുത, അവർക്ക് ഇപ്പം നേരിട്ട് അംബേദ്കറെ ആക്രമിക്കാൻ കഴിയില്ല, അംബേദ്കറെ സ്വാംശീകരിക്കാൻ ശ്രമിക്കുക. അതുകൊണ്ട് അംബേദ്കർ പറഞ്ഞ കാര്യങ്ങൾ പറയുന്നത് നമ്മളെ ആക്രമിക്കുക എന്നുള്ളതാണ് ഇതിൽ നിന്ന് നമുക്ക് തെളിഞ്ഞു കിട്ടുന്നൊരു പ്രധാനപ്പെട്ട കാര്യം. അത് വളരെ രസകരമായിട്ടുള്ളൊരു കാര്യമാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പ്രതിമകൾക്ക് ഒരു സംരക്ഷണവും കൂടുള്ളത് അത് അംബേദ്കറിൻ്റെ പ്രതിമകൾക്കാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പ്രതിമ ഉള്ളത് അംബേദ്കറിനാണ്. ആ പ്രതിമകൾക്കെല്ലാം ഇന്ത്യയിൽ സംരക്ഷണം ഉള്ളത് അംബേദ്കറിൻ്റെ പ്രതിമകൾക്ക് മാത്രമാണ്. അത് തമിഴ്നാട്ടിൽ, കേരളത്തിലാണ് അതൊരു വേറിട്ട് നിൽക്കുന്നത്. തമിഴ്നാട്ടിലാണെങ്കിലും ബാക്കി ഏത് സ്ഥലങ്ങളിലാണെങ്കിലും അങ്ങനെ കൂട്ടിൽ നിർത്തപ്പെട്ട ഒരാളായിട്ടാണ് അംബേദ്കർ. പല സ്ഥലങ്ങളിലും ഞാൻ നോർത്ത് ഇന്ത്യയിലൊക്കെ സഞ്ചരിച്ചിട്ടുള്ളതുകൊണ്ട് ഞാൻ ഒരുപാട് തവണ ശ്രദ്ധിച്ചിട്ടുള്ളൊരു കാര്യമാണത്. ഈ ഇടയ്ക്ക് തമിഴ്നാട്ടിൽ പോയപ്പോഴും ഞാനത് ശ്രദ്ധിച്ചായിരുന്നു, അംബേദ്കറിനെ ഒരു ഇരുമ്പ് കൂടിനകത്ത് നിർത്തിയേക്കുന്നത്. അതിന് സവിശേഷമായൊരു കാരണമുണ്ട്. കാരണം ആക്രമിക്കപ്പെടുന്ന പ്രതിമകളുടെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതലുള്ളത് അംബേദ്കറിൻ്റെ പ്രതിമയാണ്.
നിരവധി വീഡിയോകൾ അംബേദ്കർ പ്രതിമ നശിപ്പിക്കുന്നതിനെ പറ്റിയുള്ള നിരവധി വീഡിയോകൾ നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ അംബേദ്കറിൻ്റെ രാഷ്ട്രീയത്തോട് ഹിന്ദുത്വവാദികൾക്ക്, സവർണ ഒളിഗാർക്കിക്ക് വലിയ ഭയമുണ്ട്. അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് അംബേദ്കറിൻ്റെ പ്രതിമ വ്യാപകമായി നശിപ്പിക്കുന്നതിൽ ഹിന്ദുത്വവാദികൾ ഏർപ്പെട്ടിരിക്കുന്നത്. ഇപ്പം ഡൽഹിയിൽ ഞാൻ മനസ്സിലാക്കുന്നത് അനുസരിച്ച് നിയമസഭയിൽ നിന്ന് അംബേദ്കറിൻ്റെ പ്രതിമ പുറത്താകുകയും സവർക്കറിൻ്റെ ചിത്രം പുറത്താകുകയും സവർക്കറുടെ ചിത്രം നിയമസഭയ്ക്കകത്ത് ഇടം പിടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. ഇതെല്ലാം എന്തിൻ്റെ തെളിവാണ്? വളരെ കൃത്യമായിട്ട് ഇന്ത്യയെ ഒരു മതേതര ദേശരാഷ്ട്രമാക്കി, സമത്വ ദേശരാഷ്ട്രമാക്കി ഭാവന ചെയ്ത ആളുകളെ ഉന്മൂലനം ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ നെഹ്റു യുവകേന്ദ്രയുടെ പേര് മാറ്റിയതും ഇതിനോടനുബന്ധിച്ച് വേണം നമ്മൾ കാണാൻ. നെഹ്റു യുവകേന്ദ്രയുടെ പേര് മാറ്റി മേരാ ഭാരത് മഹാനെന്നോ അങ്ങനെ മറ്റോ ആണ് ഇപ്പോൾ മാറ്റിയിരിക്കുന്നത്. ഇതെല്ലാം എന്താണ് തെളിയിക്കുന്നത്? ഇന്ത്യ ഒരു സെക്കുലർ ദേശരാഷ്ട്രമായി ഭാവന ചെയ്ത ഡോക്ടർ ബി ആർ അംബേദ്കറെ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയത്തെ ഉന്മൂലനം ചെയ്യുക, അദ്ദേഹത്തെ കേവലം ഒരു അടയാളമാക്കി മാത്രം ചുരുക്കുക. അംബേദ്കർ എന്നുള്ള പേര് മാത്രമേ പറയത്തുള്ളൂ. അദ്ദേഹം മുന്നോട്ട് വെച്ച സർഗാത്മകമായ രാഷ്ട്രീയം, ക്രിയാത്മകമായ രാഷ്ട്രീയം, ജനാധിപത്യപരമായ തുറവിയുടെ വിമോചനത്തിൻ്റെ രാഷ്ട്രീയം എല്ലാം അടച്ചു കളയുക. ഡോക്ടർ ബി ആർ അംബേദ്കർ ഉന്നയിച്ച ഇതിഹാസ പുരാണങ്ങൾക്കും ബ്രാഹ്മണ്യത്തിനുമെതിരായ നിശ്ചിതമായ വിമർശനങ്ങളെ മറച്ചു വെക്കുക. എന്തുകൊണ്ടാണ് ഡോക്ടർ ബി ആർ അംബേദ്കറിൻ്റെ പ്രതിമ ഹിന്ദുത്വവാദികൾ തകർക്കുന്നത്? അതിന് കാരണം ഒരേ ഒരു കാരണമേ ഉള്ളൂ. ഡോക്ടർ ബി ആർ അംബേദ്കർ ബ്രാഹ്മണ്യത്തിൻ്റെ നിശ്ചിത വിമർശകനാണ്. അതുകൊണ്ട് ബ്രാഹ്മണ പൗരോഹിത്യത്തെ ഡോക്ടർ ബി ആർ അംബേദ്കർ അംഗീകരിച്ചതേയില്ല. 1956 ബുദ്ധമതത്തിലേക്ക് പരിവർത്തനം ചെയ്തുകൊണ്ട് ഡോക്ടർ ബി ആർ അംബേദ്കർ പറഞ്ഞത്, ഞാൻ രാമനെയും കൃഷ്ണനെയും ആരാധിക്കില്ല, ബ്രാഹ്മണ പുരോഹിതന്മാരെ പങ്കെടുപ്പിക്കുന്ന പൂജാതി കർമ്മങ്ങളിൽ ഞാൻ പങ്കെടുക്കില്ല, അവരെ വിളിച്ചു വരുത്തില്ല, ഞാൻ സരസ്വതിയെയും ദുർഗയെയും ഗണപതിയെയും ആരാധിക്കില്ല, ഞങ്ങൾ യാഗയജ്ഞാതി കർമ്മങ്ങൾ നടത്തില്ല, തിലഹവന ഉൾപ്പെടെയുള്ള പിതൃപൂജകൾ ഞങ്ങൾ ചെയ്യില്ല എന്ന് ബ്രാഹ്മണ്യത്തിനെതിരായ നിശിതമായ വിമർശനം പുറപ്പെടുവിച്ചുകൊണ്ടാണ് ഡോക്ടർ ബി ആർ അംബേദ്കർ ബുദ്ധമതത്തിലേക്ക് പരിവർത്തനം ചെയ്തത്. യോള പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞല്ലോ, ഞാൻ ഹിന്ദുവായി ജനിച്ചു, പക്ഷേ ഹിന്ദുവായി മരിക്കില്ല എന്ന് പറഞ്ഞതുപോലെ തന്നെ ഹിന്ദുമതത്തിൻ്റെ നിശ്ചിത വിമർശകനാണ്. എന്താണ് ഹിന്ദുമതം? അത് ബ്രാഹ്മണ്യത്തിൻ്റെ മറ്റൊരു പേര് മാത്രമാണ് എന്ന് ഡോക്ടർ ബി ആർ അംബേദ്കർ പറഞ്ഞിട്ടുണ്ട്. എന്താണ് ബ്രാഹ്മണ്യമെന്നും ഡോക്ടർ ബി ആർ അംബേദ്കർ നിർവചിക്കുന്നുണ്ട്. ഡോക്ടർ ബി ആർ അംബേദ്കർ പറയുന്നത് സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്നിവയുടെ നിഷേധസ്ഥാനമാണ് ബ്രാഹ്മണ്യം എന്ന് വളരെ കൃത്യമായി ബ്രാഹ്മണ്യത്തെ നിർവചിച്ചിട്ടുണ്ട് അംബേദ്കർ. അതുകൊണ്ടാണ് ബ്രാഹ്മണ്യത്തിൻ്റെ നിശ്ചിത വിമർശകനായതുകൊണ്ടാണ്, ഹിന്ദുത്വത്തിന് നിശ്ചിത വിമർശകനായതുകൊണ്ടാണ് അംബേദ്കറെ ഹിന്ദുത്വവാദികൾ ആക്രമിക്കുന്നത്. അംബേദ്കർ പറഞ്ഞല്ലോ, ഹിന്ദുരാജ്യം ഒരു വാസ്തവമായാൽ, ഹിന്ദുരാജ് ഒരു വാസ്തവമായാൽ അത് ഈ രാജ്യത്തിന് ഏറ്റവും വലിയ അപകടമായിരിക്കും എന്ന് ഡോക്ടർ ബി ആർ അംബേദ്കർ പറയുന്നുണ്ട്. അതാണ് ഈ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. ഭീകരമായ ഭ്രാന്തി ജനാധിപത്യത്തെ അട്ടിമറിച്ചു. ന്യൂനപക്ഷങ്ങൾ ഭീകരമായ ഹിംസകൾ നേരിടുന്നു. ബുൾഡോസർ രാജ് അതിൻ്റെ തെളിവാണ്. ബീഫ് സൂക്ഷിച്ചതിൻ്റെ പേരിൽ, പശുമാംസം സൂക്ഷിച്ചതിൻ്റെ പേരിൽ ദളിതരും മുസ്ലിങ്ങളും ഭീകരമായിട്ട് ആക്രമിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുന്നു. അധികാരസ്ഥാനങ്ങളിൽ നിന്ന് ദളിതരെ പുറന്തള്ളുന്നു. ഇങ്ങനെ എത്രമാത്രം തൊഴിലുറപ്പ് പദ്ധതി വെട്ടിച്ചുരുക്കുന്നു. ഫെഡറൽ സംവിധാനങ്ങളെ തകർക്കുന്ന രീതികളും സവിശേഷതകളും ഉണ്ടാകുന്നു. വിദ്യാഭ്യാസ നയത്തിൽ, സംസ്ഥാനത്തിൻ്റെ വിദ്യാഭ്യാസ നയത്തിൽ ഇടപെട്ടുന്നു. ആ രീതിയിൽ ദേശീയ വിദ്യാഭ്യാസ നയത്തെ ഭാവന ചെയ്യുന്നു. ദളിത് ആദിവാസി വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസം ഉറപ്പ് നൽകുന്ന, കൃത്യമായി മൗലിക അവകാശമായി വിദ്യാഭ്യാസം ഉറപ്പ് നൽകുന്നതിന് പകരം അവർക്ക് ഏത് സമയത്തും വിഡ്രോ ചെയ്യുന്ന രീതിയിലുള്ള ഒരു ദേശീയ വിദ്യാഭ്യാസ നയം ഭാവന ചെയ്യുന്നു. തൊഴിലും കൂടെ പഠിപ്പിക്കുന്നു എന്ന വ്യാജേന നിർബന്ധിത വിദ്യാഭ്യാസത്തിൽ നിന്നും രാജ്യത്തിൻ്റെ വിദ്യാഭ്യാസ പദ്ധതിയിൽ നിന്നൊക്കെ ദളിതരെ ആദിവാസികളെയും പുറന്തള്ളുന്ന സമീപനം ദേശീയ വിദ്യാഭ്യാസ നയത്തിൽ ഉൾക്കൊള്ളുന്നു. ദേശീയ വിദ്യാഭ്യാസ നയം അടിസ്ഥാനപരമായി ഹിന്ദുരാഷ്ട്രത്തെ പിൻപറ്റുന്നൊരു വിദ്യാഭ്യാസ നയമാണെന്ന് നമുക്കത് പരിശോധിച്ചാൽ മനസ്സിലാവും. പാഠപുസ്തകങ്ങളിൽ വന്ന മാറ്റങ്ങളും എല്ലാം വിദ്യാഭ്യാസ നയം അടിമുടി ഒരു ഹിന്ദുരാഷ്ട്രത്തെ ഭാവന ചെയ്യുന്ന ഒരു വിദ്യാഭ്യാസ നയമാണ്. ഇങ്ങനെ ഡോക്ടർ ബി ആർ അംബേദ്കർ കണ്ടതുപോലെ ഭരണഘടനയെ തന്നെ അട്ടിമറിക്കുന്ന, ഭരണഘടനയുടെ അടിസ്ഥാന ശിലയായ സ്വാതന്ത്ര്യത്തെയും സമത്വത്തെയും സാഹോദര്യത്തെയും അട്ടിമറിക്കുന്ന ഒന്നായി ഇന്ന് ഹിന്ദുരാജ് വാസ്തവമായിട്ട് നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ്. അതുകൊണ്ടൊക്കെയാണ് ഡോക്ടർ ബി ആർ അംബേദ്കറിൻ്റെ പ്രതിമ ആക്രമിക്കപ്പെടുന്നത്. യഥാർത്ഥത്തിൽ അദ്ദേഹത്തിൻ്റെ പ്രതിമയല്ല ആക്രമിക്കപ്പെടുന്നത്, അംബേദ്കർ മുന്നോട്ട് വെച്ച ജനാധിപത്യ വിമോചന രാഷ്ട്രീയത്തെയാണ് ഹിന്ദുത്വവാദികൾ എതിർക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ തിരിച്ചറിയുകയും കാണുകയും ചെയ്യേണ്ടത്. ഇത്രയും നേരം നമ്മളുടെ കൂടെ സംസാരിച്ച ഡോക്ടർ ടി എസ് ശ്യാംകുമാറിന് 5th എസ്റ്റേറ്റിൻ്റെ പേരിൽ ഞാൻ നന്ദി അറിയിക്കുന്നു. താങ്ക് യു സർ. താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ് ടു ദിസ്. താങ്ക് യു.